ഹായ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിസിയോഗ്രഫി ഓഫ് വേൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു അനാലിസിസ് നടത്താം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഓക്കെ, ജോഗ്രഫിക്കൽ ഫീച്ചർ തന്നിട്ടുണ്ട് ആൻഡ് റീജിയൻ. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അബിസീനിയൻ പ്ലേറ്റ്യൂ ആൻഡ് റീജിയൻ ഈസ് അറേബ്യ, അറ്റ്ലസ് മൗണ്ടൻസ് നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക, ഗിയാന ഹൈലൻഡ്സ് സൗത്ത് വെസ്റ്റേൺ ആഫ്രിക്ക ആൻഡ് ഒക്കാവാങ്കോ ബേസിൻ ദാറ്റ് ഈസ് ഇൻ പാറ്റഗോണിയ. അപ്പൊ ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചർ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്നും അല്ലെങ്കിൽ ആ ഒരു റീജിയൻ ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കണം. ഏത് കൺട്രിയാണ്, ഏത് കോണ്ടിനെന്റ് ആണ്, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what could be the main reason or reasons for the formation of African and Eurasian desert belt? Okay, it is first of the statement എന്ന് പറയുന്നത് it is located in the subtropical high pressure cells, and second statement എന്ന് പറയുന്നത് it is under the influence of warm ocean currents. Okay, അപ്പോൾ ഇതില് ഡെസേർട്ടിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിനെ എന്താണ് ഡെസേർട്ട് ആക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. ബേസിക്കലി ടർക്കി എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഏത് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് അല്ലെങ്കിൽ ഏത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നിലകൊള്ളുന്നത്? ബ്ലാക്ക് സീ ആൻഡ് കാസ്പിയൻ സീ, ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ, ഗൾഫ് ഓഫ് സൂയസ് ആൻഡ് മെഡിറ്ററേനിയൻ സീ, ഗൾഫ് ഓഫ് അക്കാബ ആൻഡ് റെഡ് സീ. സോ ഇതാണ് പറയുന്നത് നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ മൗണ്ടൻസ്, ഡെസേർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വേൾഡിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ്, അതായത് നമ്മുടെ എർത്തിൽ കാണുന്ന കുറേ അധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ എർത്തിൽ കാണുന്ന കുറേ അധികം ലാൻഡ് ഫോംസിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ് ഓഫ് എർത്ത് ആണ് അല്ലെ. എൻഡോജനിക് എന്ന് പറയുമ്പോഴത്തേക്കിനും എർത്തിന്റെ ഇന്റീരിയറിൽ നടക്കുന്ന കുറേ അധികം ഫോഴ്സസ്, അതുപോലെ എക്സോജനിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ എക്സ്റ്റീരിയറിൽ നടക്കുന്ന കുറേ അധികം പ്രോസസ്സ്. അപ്പം ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ലാൻഡ് ഫോംസ്, എർത്തിലുണ്ടാവുന്ന ലാൻഡ് ഫോംസ് ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇതിന്റെ റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ബേസിക്കലി ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? നമ്മുടെ എർത്തിൽ നമുക്ക് ഫിസിക്കലി വിസിബിൾ ആയിട്ടുള്ള ലാൻഡ് ഫോംസിനെയാണ് അല്ലെങ്കിൽ ഭൂരൂപങ്ങളെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക? ഈ പറയുന്ന ലാൻഡ് ഫോംസ് എന്നുള്ള പേരിൽ പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക. വേൾഡിൽ നമുക്ക് ഒരു 5 ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. ദ ഫസ്റ്റ് വൺ ഈസ് മൗണ്ടൻ. ഓക്കെ, മൗണ്ടൻ കാണാം, അതുപോലെ പ്ലെയിൻസ് കാണാനായിട്ട് പറ്റും, പ്ലേറ്റ്യൂസ് കാണാനായിട്ട് പറ്റും, അതുപോലെ നമ്മുടെ ഐലൻഡ്സ് കാണാനായിട്ട് പറ്റും, ആൻഡ് ദെൻ ഡെസേർട്സ് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ കുറേ അധികം ഡിവിഷൻസ് നമുക്കുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൗണ്ടൻസിനെ കുറിച്ചിട്ടാണ്. ബേസിക്കലി എന്താണ് മൗണ്ടൻ? ഓക്കെ, നമുക്കറിയാം ഒരു ഇലവേറ്റഡ് ലാൻഡ് ഏരിയ ആണ് മൗണ്ടൻ എന്ന് പറയുന്നത്. ഇലവേറ്റഡ് ലാൻഡ് ഏരിയ അതെങ്ങനെയാണ്? നമുക്കറിയാം ഹില്ലും പ്ലേറ്റ്യൂസും ഇലവേറ്റഡ് ഏരിയാസ് തന്നെയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് മൗണ്ടൻസ് നമ്മുടെ പ്ലേറ്റ്യൂസിനെയും അതുപോലെ ഹിൽസിൽ നിന്നും എങ്ങനെയാണ് മൗണ്ടൻസ് ഡിഫറൻഷിയേറ്റ് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മൗണ്ടൻസ് ഇസ് ആൻ ഇലവേറ്റഡ് ലാൻഡ് ഫോം വിത്ത് ലിമിറ്റഡ് സമ്മിറ്റ് ഏരിയ. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കിക്കേ, മൗണ്ടന്റെ മുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഒരു സർഫസ് ഏരിയസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ, ഒരു ലിമിറ്റഡ് ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ലിമിറ്റഡ് സമ്മിറ്റ് ഏരിയ നമുക്ക് അതിനെ പറയാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ കമ്പയർ ചെയ്യാൻ മറ്റൊരു പിക്ചർ വന്നിട്ടുണ്ട്. അത് ഹില്ലാണ്. ബേസിക്കലി മൗണ്ടൻ എന്ന് പറയുന്നത് ലാർജർ ദാൻ ഹില്ലായിരിക്കും. ഓക്കെ, ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് അറ്റ്ലീസ്റ്റ് 300 മീറ്റർ എബോവ് ആണ് മൗണ്ടൻസിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതിലും ബിലോ ആയിട്ടുള്ള എലവേറ്റഡ് ലാൻഡ് ഫോംസിനെയൊക്കെ നമുക്ക് ഹിൽസ് എന്നുള്ള പേരിൽ പറയാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് അത് പ്ലേറ്റ്യൂ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്ലേറ്റ്യൂ സെക്ഷൻസിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പിക്ചറിൽ മൗണ്ടൻസിന്റെ ഈ പിക്ചറിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഏരിയ മാത്രമല്ല നമുക്ക് കാണാനായിട്ട് പറ്റുക. മൗണ്ടൻസ് എന്ന് പറയുമ്പോൾ കുറേ അധികം ചെയിൻസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. യൂഷ്വലി മൗണ്ടൻസ് എങ്ങനെയാണ്? ഒന്നിലധികം മൗണ്ടൻ റേഞ്ചസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതാണ് മൗണ്ടൻ റേഞ്ചസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ mountain is a landform that rises prominently above its surroundings, generally exhibiting steep slopes, a relative confined summit area and considerable local relief. Okay, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു above ഒരു 300 meters ആണ് അതിന്റെ ആവറേജ് ഹൈറ്റ് വരേണ്ടത്. അതുപോലെ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഡിവിജ്വലി നമുക്ക് ജനറലി കാണാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും എന്താണ്? ഒരു ചെയിൻ ഓഫ് മൗണ്ടൻ സിസ്റ്റം ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ മൗണ്ടൻസിന്റെ ബേസിസ് ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ട് മൗണ്ടൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഫസ്റ്റ് ഫോൾഡ് മൗണ്ടൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഫോൾഡിങ് സംഭവിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന മൗണ്ടൻസ് ആണ്. ഓക്കെ, രണ്ട് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സുകൾ കൊളൈഡ്സ് ഈച്ച് അതർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ടെൻഷൻസ് ബിൽഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു കംപ്രഷൻ ബിൽഡ് ചെയ്യും. ഡ്യൂ ടു ദിസ് കംപ്രഷൻ ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ഫോൾഡ് സംഭവിക്കും, അവിടെ ഒരു ഫോൾഡിങ് സംഭവിക്കും, അവിടെ ഒരു ക്രംബ്ലിംഗ് സംഭവിക്കും. ഈ പിക്ചറിൽ ഇപ്പൊ കാണിക്കുന്നത് പോലെ തന്നെ എന്താണ്, രണ്ട് ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ കൊളൈഡ് ചെയ്യാൻ വരുന്നു. അവിടെ എന്താണ്, കൺവേർജൻസ് ആണ് സംഭവിക്കുന്നത് അല്ലെ, കൺവേർജൻസ് സംഭവിക്കുന്നു. ആ ഭാഗത്ത് ഈ പറയുന്നത് പോലെ ആ പ്ലേറ്റ്സുകൾ തമ്മിൽ ക്രംബിൾ ചെയ്യുന്നു. ക്രംബിൾ ചെയ്ത് ഫോം ആവുന്ന ആ ഫോൾഡിംഗ് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഫോർമേഷൻ ആണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ആ ഫോൾഡിങ്ങിന്റെ മുകളിലത്തെ ഭാഗം ഇവിടെ നമുക്ക് കാണാം, മുകളിലേക്ക് ഒരു ഏരിയ ഇങ്ങനെ മുകളിലേക്ക് പോകും, അതിന്റെ മറ്റൊരു ഏരിയ താഴത്തേക്ക് ഇങ്ങനെ പോകുന്ന കാണാം. അങ്ങനെയാണ് ഫോൾഡിംഗ് സംഭവിക്കുന്നത്. ഈ മുകളിൽ പോകുന്ന ഏരിയനെ നമുക്ക് ആന്റിക്ലൈൻ എന്ന് പറയാനായിട്ട് പറ്റും. ആന്റിക്ലൈൻ. ഓക്കെ, ഈ താഴത്തോട്ടുള്ള ഏരിയാസ് നമുക്ക് സിങ്ക്ലൈൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആന്റിക്ലൈനും സിങ്ക്ലൈൻസും കൂടെ ചേർന്നിട്ടുള്ള ഏരിയാസ് ആണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡ്യൂ ടു കംപ്രഷണൽ ഫോഴ്സസ്, രണ്ട് പ്ലേറ്റ്സുകൾ തമ്മിൽ കൊളൈഡ് ചെയ്തത് മൂലം ഉണ്ടായ കംപ്രഷണൽ ഫോഴ്സസ് കൊണ്ടുണ്ടായ ഒരു ഫോർമേഷൻ ആണ് ഫോൾഡ് മൗണ്ടൻസ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന കൺവേർജൻസ് കൊണ്ടും അതുപോലെ കംപ്രഷണൽ ഫോഴ്സ് കൊണ്ടും മാത്രമായിരിക്കും ഫോൾഡ് മൗണ്ടൻസ് ഫോം ആവുക. ഓക്കെ, ഈ ഫോൾഡ് മൗണ്ടൻസ് ബേസിക്കലി ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, മൗണ്ടൻസ് എന്ന് പറയുന്നത് ഒരു ഇതായിട്ട് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ചെയിൻസ് ഓഫ് രീതിയിലായിരിക്കും മൗണ്ടൻസ് കാണാൻ പറ്റുക. അത് മാത്രമല്ല ഈ പ്ലേറ്റ്സുകൾ ബേസിക്കലി നമ്മുടെ രണ്ട് പ്ലേറ്റ്സുകൾ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പം ബേസിക്കലി നമ്മുടെ എഡ്ജസ് ഓഫ് കോണ്ടിനെന്റ്സിലായിരിക്കും എന്ത് കാണാൻ പറ്റുക, ഫോൾഡ് മൗണ്ടൻസ് കാണാനായിട്ട് പറ്റുക. രണ്ട് പ്ലേറ്റ്സുകൾ തമ്മിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആ ഒരു ബൗണ്ടറിയിലായിരിക്കും നമുക്ക് ഫോൾഡ് മൗണ്ടൻസ് കാണാൻ പറ്റുക. ഈ ഫോൾഡ് മൗണ്ടൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻസ് രൂപീകരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എവറസ്റ്റ് അല്ലെങ്കിൽ ഹിമാലയാസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഏറ്റവും ഉയരമുള്ള അതുപോലെ ആൻഡീസ്, ഇതൊക്കെ എന്താണ്, ഫോൾഡ് മൗണ്ടൻസിൽ പെട്ടതാണ്. ഇതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ബേസിക്കലി ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള മൗണ്ടൻസ് രണ്ട് ലിത്തോസ്ഫെറിക്കിന്റെ എഡ്ജസിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സുകൾ കൊളൈഡ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയാസിലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കണ്ടിന്യൂസ്ലി ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ആ ഒരു ഗ്രോത്ത് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് നമുക്ക് ഇവയെ പറയാനായിട്ട് പറ്റും. മൗണ്ടൻസ് ഓഫ് എലവേഷൻ എന്ന് നമുക്ക് ഇവയെ പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബേസിക്കലി അവിടെ നമുക്കറിയാം ഈ കംപ്രഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എർത്തിലേക്ക് ഒരു റിലീസ് ഓഫ് എനർജി നടക്കുന്നുണ്ട് അല്ലെ. ആ ഒരു റിലീസ് ഓഫ് എനർജി ആ ഒരു പർട്ടിക്കുലർ എർത്തിനെ ഷേക്ക് ചെയ്യാനായിട്ടും കെൽപ്പുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എർത്ത് ക്വേക്സ് കാണാനായിട്ട് പറ്റും. സോ ഈ ഫോൾഡ് മൗണ്ടൻസിന്റെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രോൺ ടു എർത്ത് ക്വേക്ക് ആണെന്ന് മനസ്സിലാക്കണം. ഈ ഏരിയാസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻസ് കാണാൻ പറ്റുന്നതും ഈ ഭാഗത്താണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോൾഡ് മൗണ്ടൻസ് ആണ് നമുക്ക് വേൾഡ്സ് ന്യൂവസ്റ്റ് മൗണ്ടൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റുക. നമ്മൾ കണ്ടു അപ്പുറത്തെ ആന്റിക്ലൈൻ ആൻഡ് സിങ്ക്ലൈൻസ് ആ ഒരു ഏരിയാസിൽ ഒരു ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ റോക്സ് കംപ്രസ് ചെയ്യുമ്പോൾ സെഡിമെന്ററി റോക്സിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഫോസിൽസും സെഡിമെന്ററി ലെയറിലെ ഫോസിൽസും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, നമ്മുടെ ഫോൾഡ് മൗണ്ടൻസിൽ കാണാനായിട്ട് പറ്റും. ഹിമാലയാസിന്റെ മുകളിൽ നമ്മൾ ഫിഷിന്റെ ഫോസിൽസ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതിന്റെ റീസൺസ് ഇതാണ്. ഇനി ഈ ഫോൾഡ് മൗണ്ടൻസിനെ നമുക്ക് അതിന്റെ ഫോർമേഷൻ അനുസരിച്ച് യങ് ഫോൾഡ് മൗണ്ടൻസും അതുപോലെ ഓൾഡ് മൗണ്ടൻസുമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ യങ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഹിമാലയ, ഇന്ത്യയിൽ കാണുന്ന ഹിമാലയ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ റോക്കീസ് ഒരു എക്സാമ്പിൾ ആണ്, സൗത്ത് അമേരിക്കയിലെ ആൻഡീസ് ഒരു എക്സാമ്പിൾ ആണ്, അതുപോലെ യൂറോപ്പിലെ ആൽപ്സ് ഒരു എക്സാമ്പിൾ ആണ്, ആഫ്രിക്കയിലെ അറ്റ്ലസ് ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്താണ്, യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഓൾഡ് ഫോൾഡ് മൗണ്ടൻസിന് നമുക്ക് എക്സാമ്പിൾ ഇന്ത്യയിലെ ആരവല്ലി അല്ലെ, എല്ലാവർക്കും അറിയാവുന്നതാണ് ആരവല്ലി എന്ന് പറയുന്നത് വൺസ് അപ്പോൺ എ ടൈം അതെന്തായിരുന്നു, നമ്മുടെ ഹിമാലയാസ് ഒക്കെ പോലെ തന്നെ ഒരു ഹൈറ്റ് ഉള്ള ഒരു ഫോൾഡ് മൗണ്ടൻ ആയിരുന്നു. നൗ ഇറ്റ്സ് എ ഓൾഡ് ഫോൾഡ് മൗണ്ടൻ ആയിട്ട് കാണാം. ആൻഡ് ദെൻ അറൽ മൗണ്ടൻസ് ഇൻ റഷ്യ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫോൾഡ് മൗണ്ടൻസിൽ കൂട്ടാവുന്നതാണ്. പക്ഷെ അരവല്ലി ആൻഡ് അറൽസ് എന്ന് പറയുന്നത് ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഇവിടെ കാണാം നോർത്ത് അമേരിക്കയിൽ റോക്കീസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഇവിടെ ആൻഡീസ് കാണാം, സൗത്ത് അമേരിക്കയിലെ ആൻഡീസ്, അതുപോലെ അറ്റ്ലസ് മൗണ്ടൻസ്, ആഫ്രിക്കയിലെ അറ്റ്ലസ് മൗണ്ടൻസ് കാണാം, അറൽ മൗണ്ടൻസ് കാണാം, ആൻഡ് ദെൻ ആൽപ്സ് മൗണ്ടൻസ്, യൂറോപ്പ് ആൽപ്സ് മൗണ്ടൻസ് കാണാം.
ആൻഡ് ഹിമാലയാസ്. ഓക്കെ, ഹിമാലയാസ്. നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് മൗണ്ടൻസ്. ഓക്കെ, ഫോൾഡ് മൗണ്ടൻസ് നമ്മൾ പറഞ്ഞു ഫോൾഡിംഗ് കൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെ, കംപ്രഷണൽ ഫോഴ്സസ് അതിന്റെ ഫോൾഡിംഗ് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫോൾട്ടിംഗ് ആണ്, അവിടെ ഒക്കർ ചെയ്യുന്നതാണ് ഫോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്. അപ്പോൾ ഫോൾട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് ക്രസ്റ്റിനെ എന്താ പറയുക സബ്സൈഡ് ചെയ്യാനും അതുപോലെ തന്നെ റൈസ് ചെയ്യാനും ഉപകരിക്കുന്ന ഒന്നാണ് ഫോൾട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോൾട്ടിംഗ് ക്യാൻ ബി കോസ്ഡ് ബൈ ബോത്ത് ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ടെൻഷൻ വരുമ്പോഴും അതുപോലെ തന്നെ കംപ്രഷണൽ ഫോഴ്സസും എങ്ങനെയാണ് നമ്മുടെ ഈ ഫോൾട്ടിംഗ് ഒക്കറാകാൻ സഹായിക്കുന്നുണ്ട്. അതായത് രണ്ട് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സുകൾ അകന്നു പോകുമ്പോഴും, അതായത് അവിടെ ഡൈവേർജൻസ് സംഭവിക്കുമ്പോഴും, രണ്ട് ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ അടുത്ത് വരുമ്പോഴും, അതായത് അവിടെ കൺവേർജൻസ് സംഭവിക്കുമ്പോഴും ഫോൾട്ടിംഗ് ഒക്കറാവാം. ഈ രണ്ട് രീതിയിൽ ഫോൾട്ടിംഗ് ഒക്കറാവുമ്പോഴും എന്താണ് നമുക്ക് ബ്ലോക്ക് മൗണ്ടൻസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഫോൾട്ടിംഗ് ഒക്കറാവുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത്, അതിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് സബ്സൈഡ് ചെയ്യും ആൻഡ് അതിന്റെ കൗണ്ടർ ഏരിയ എന്ന് പറയുന്നത് എന്താവും സബ്സൈഡ് ചെയ്യും, അതിന്റെ കൗണ്ടർ ഏരിയ എന്ന് പറയുന്നത് റൈസപ്പ് ആവുകയും ചെയ്യും. സറൗണ്ടിങ് ലെവലിനേക്കാൾ സബ്സൈഡ് ചെയ്തതും റൈസപ്പ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാ ഇവിടെ കാണുന്നത് പോലെ ഫോൾട്ടിംഗ് സംഭവിക്കുന്നു. ഫോൾട്ടിങ്ങിന്റെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് സബ്സൈഡ് ചെയ്തതായിട്ടും കാണാം, ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് റൈസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ സബ്സൈഡ് ചെയ്തതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഗ്രാബൻ എന്ന് പറയാം. ഓക്കെ, ഗ്രാബൻ ഓർ റിഫ്റ്റ് വാലി. ഓക്കെ, ഗ്രാബൻ ഓർ റിഫ്റ്റ് വാലി. ആൻഡ് റൈസപ്പ് ആയതിനെ നമുക്ക് ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക്, ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക്. ഓക്കെ, ഈ രണ്ട് തരത്തിലും പറയാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വിന്ധ്യ സത്പുര എന്ന് പറയുന്നത് ബ്ലോക്ക് മൗണ്ടൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വിന്ധ്യ മൗണ്ടൻസ് ഇവിടെ ഉണ്ട്. ഈ വിന്ധ്യയുടെ താഴെ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിന്ധ്യയുടെ നെക്സ്റ്റ് സദേൺ പോർഷനിലായിട്ട് നമുക്കൊരു റിഫ്റ്റ് വാലി കാണാം. ആ റിഫ്റ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഏത്, നർമ്മദ. ഓക്കെ, നർമ്മദ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സത്പുര റേഞ്ചസ് കാണാം. സത്പുര റേഞ്ചസിന്റെ സൗത്തിൽ കൂടെ ഉള്ള റിഫ്റ്റ് വാലി, അതിന്റെ താഴത്തെ കൂടെ ഉള്ള റിഫ്റ്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. ഓക്കെ, താപ്തി അല്ലെങ്കിൽ തബി എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി അവിടെ ഒരു ബ്ലോക്ക് മൗണ്ടൻസ് ഉണ്ടാവുന്നു ഡ്യൂ ടു ദിസ് എന്താണ് ഈ ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ഫോൾട്ടിങ് കാരണം. ഓക്കെ, ഫോൾട്ടിങ് കാരണം അവിടെ ഒരു ഏരിയ റൈസപ്പ് ആകുന്നു സറൗണ്ടിങ് ലെവൽസിനേക്കാൾ, ആൻഡ് മറ്റേ ഏരിയ എന്ന് പറയുന്നത് സബ്സൈഡായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫോൾട്ടിങ് രണ്ട് ടെൻഷനും കംപ്രഷൻ ഫോഴ്സസ് കാരണവും ഈ ഫോൾട്ടിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണ് മുകളിലേക്ക് വരുന്നതിനെ നമുക്ക് ഹോസ്റ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയാം, ആൻഡ് താഴേക്ക് പോകുന്നതിനെ നമുക്ക് ഗ്രാബൻ അല്ലെങ്കിൽ റിഫ്റ്റ് വാലി എന്ന് പറയാനായിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് ദി ബ്ലോക്ക് മൗണ്ടൻസിന്റെയും അഡ്ജസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, റിഫ്റ്റ് വാലീസ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഫ്രാൻസിലെ വെസേജസ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇൻ ജർമ്മനി. ഇതിന്റെ ഇൻബിറ്റ്വീനായിട്ട് കാണുന്ന ഗ്രാബൻ അല്ലെങ്കിൽ റിഫ്റ്റ് വാലിയാണ് റൈൻ വാലി. ഓക്കെ, ഫ്രാൻസിലെ വെസേജസും ബ്ലാക്ക് ഫോറസ്റ്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന റൈൻ വാലിയാണ് അവിടുത്തെ റിഫ്റ്റ് വാലി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോൾക്കാനിക് മൗണ്ടൻ. ഓക്കെ, വോൾക്കാനിക് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം വോൾക്കാനിസം എന്ന് പറയുന്നത് ഒരു ഫ്രിഷർ അല്ലെങ്കിൽ ഒരു ക്രാക്ക് അല്ലെങ്കിൽ ഒരു വെന്റ്. ഈ വെന്റ് അതായത് നമ്മുടെ പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ആ ഒരു വെന്റിൽ കൂടെ കുറേയധികം മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസും അതുപോലെ ആഷസും റോക്ക് മെറ്റീരിയൽസും എല്ലാം പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ വോൾക്കാനിസം എന്ന് പറയുന്നത്. ഇതുപോലെ ആ ഒരു പർട്ടിക്കുലർ വെന്റിൽ കൂടെ ഈ ലാവാസ് ഒക്കെ പുറത്തേക്ക് ഫ്ലോ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ഏരിയാസിൽ വർഷങ്ങളെടുത്ത് അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന ഒന്നാണ് നമ്മുടെ വോൾക്കാനിക് മൗണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ വോൾക്കാനിക് മൗണ്ടൻ സ്റ്റാർട്ട്സ് ഔട്ട് ആസ് എ സിമ്പിൾ ക്രാക്ക് ഇൻ എർത്ത് കോൾഡ് എ വോൾക്കാനിക് വെന്റ്. ആ ഒരു വെന്റിൽ കൂടെ ആയിരിക്കും ഈ വോൾക്കാനിസം ഉണ്ടാവുന്നത്. മാഗ്മ ഇറപ്റ്റ്സ് ഔട്ട് ഓഫ് ദ ഗ്രൗണ്ട് ആസ് ലാവ ഫ്ലോസ്, ക്ലൗഡ്സ് ഓഫ് ആഷ് ആൻഡ് എക്സ്പ്ലോഷൻ ഓഫ് റോക്സ്. ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ ഏരിയാസിൽ പൈലപ്പ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് നമ്മുടെ വോൾക്കാനിക് മൗണ്ടൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ വോൾക്കാനിക് മൗണ്ടൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന എവിടെയാണ്, നമ്മുടെ സർക്കം പസഫിക് ബെൽറ്റിലാണ്. അതായത് നമ്മുടെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഏരിയയിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു വോൾക്കാനിക് മൗണ്ടൻസ് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ പറയുന്ന ലാവാസ് പൈലപ്പ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വോൾക്കാനിക് മൗണ്ടൻസിനെ മൗണ്ടൻ ഓഫ് അക്യുമുലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ റിംഗ് ഓഫ് ഫയർ ഏരിയയിൽ തന്നെയുള്ള ജപ്പാനിലെ മൗണ്ട് ഫ്യൂജി നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, മൗണ്ട് ഫ്യൂജി, ജപ്പാനിലുള്ള മൗണ്ട് ഫ്യൂജി, അതുപോലെ തന്നെ മൗണ്ട് കോട്ടോപാക്സി, ഇക്വഡോറിലുള്ള മൗണ്ട് കോട്ടോപാക്സി കാണാം. ആ രണ്ട് പിക്ചറാണ് ഇവിടെ ഉള്ളത്, മൗണ്ട് ഫ്യൂജി, മൗണ്ട് കോട്ടോപാക്സി. ബേസിക്കലി ഈ ഒരു ഏരിയയിലുള്ളതൊക്കെ നമുക്ക് എന്താണ് വോൾക്കാനിക് മൗണ്ടൻസ് ആയിട്ട്
പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസിജ്വൽ മൗണ്ടൻ. ഓക്കെ, റെസിജ്വൽ മൗണ്ടൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ബേസിക്കലി നമുക്ക് ഒരു മൗണ്ടന്റെ ഹൈറ്റ് കൂടുകയോ അല്ലെങ്കിൽ മൗണ്ടന്റെ വളർച്ചയോ, നമ്മൾ ഫോൾഡ് മൗണ്ടൻസ് കണ്ടപ്പോൾ പറഞ്ഞു അവിടെ ആ പർട്ടിക്കുലർ പ്ലേറ്റ് ബൗണ്ടറീസ് ആക്റ്റീവ് ആയിരിക്കുന്ന സിറ്റുവേഷനോളം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ റെസിജ്വൽ മൗണ്ടനിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. പകരം അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ വെതറിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ വെതറിംഗ്. ഓക്കെ, ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന്റെ ഹൈറ്റ് കാര്യമായ രീതിയിൽ കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുന്നത്. ബേസിക്കലി ഈ വെതറിങ് അല്ലെങ്കിൽ ഡെന്യൂഡേഷൻ പോലുള്ള പ്രോസസ്സ് കാരണം ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ഹൈറ്റ് വളരെ കുറയുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൗണ്ടൻ ഇവോൾവ്ഡ് ബൈ ഡെന്യൂഡേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ ആരവല്ലി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആരവല്ലി എന്ന് പറയുന്നത് ഒരു കാലത്ത് അതൊരു ഹൈറ്റ് ഉള്ള ഫോൾഡ് മൗണ്ടൻ ആയിരുന്നു. നൗ ഇറ്റ്സ് എ റെലിക് മൗണ്ടൻ അല്ലെങ്കിൽ റെസിജ്വൽ മൗണ്ടൻ. നമ്മൾ അവശിഷ്ട പർവ്വതങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒന്നാണ്. ഡ്യൂ ടു കണ്ടിന്യൂസ് ഇറോഷണൽ ആക്ടിവിറ്റി ത്രൂ ടൈം ദ ഫോൾഡഡ് മൗണ്ടൻ കംസ് ടു ദ റെലിക്ട് ഫോം. ഓക്കെ, ഒരു പർട്ടിക്കുലർ റെലിക്ട് ഫോമിലേക്ക് ആ ഒരു മൗണ്ടൻ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇന്ത്യയിലുള്ള ആരവല്ലി, അതുപോലെ തന്നെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അറൽ മൗണ്ടൻസ്. ഓക്കെ, അറൽ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ നാച്ചുറൽ ബൗണ്ടറി ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് റഷ്യ. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ് എ നാച്ചുറൽ ബൗണ്ടറി ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് റഷ്യ, അറൽ മൗണ്ടൻസ്. ഇനി നമ്മൾ മൗണ്ടൻസിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് മൗണ്ടൻസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് എ നാച്ചുറൽ ബൗണ്ടറി അല്ലെ. പല രാജ്യങ്ങൾ തമ്മിലും പല കോണ്ടിനെന്റ്സ് തമ്മിലും ഒക്കെ അതിർത്തികൾ നിശ്ചയിക്കുന്ന ഒന്നാണ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഹിമാലയാസ് ഉള്ളത് കൊണ്ട് നമുക്ക് പല തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഡിവിഷൻസ്, അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ അതിർത്തി കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് വാട്ടർ, ധാരാളം പുഴകളുടെയും അല്ലെങ്കിൽ ലേക്സിന്റെ ഒക്കെ ഒറിജിൻ എന്താണ്? ഈ പറയുന്ന പർട്ടിക്കുലർ മൗണ്ടൻ സിസ്റ്റം ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ മൗണ്ടൻസിൽ നിന്ന് ധാരാളം റിവേഴ്സ് ഒറിജിനേറ്റ് ആയി വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഈ റിവേഴ്സ് മൗണ്ടൻസിൽ കൂടെ ഒഴിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ലോപ്പിൽ കൂടെ ഒഴുകി വരുന്ന റിവേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പീഡ് ഉണ്ടാവും. ഈ സ്പീഡിലുള്ള വാട്ടറിന് നമുക്ക് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ്. ധാരാളം മൗണ്ടൻസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യന് കൂടുതൽ ആക്സസിബിൾ അല്ലാത്ത ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കിനും കൂടുതലായിട്ടുള്ള വന്യജീവികളും അതുപോലെ ജൈവ സമ്പത്തുകളും നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ നമുക്കറിയാം ടൂറിസത്തിന് ഭയങ്കര നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. നമ്മളെ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് പോകാൻ വളരെ ഇഷ്ടമാണ് അല്ലെ. അങ്ങനെയുള്ള രീതിയിൽ ടൂറിസം നമുക്ക് അവിടെ കാണാം. എഫക്ട് ഓൺ ക്ലൈമറ്റ്. ഓക്കെ, നമ്മുടെ ഈ ഒരു യൂറോപ്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ ഒരു മെഡിറ്ററേനിയൻ സീയിലൊക്കെ ഉള്ള ഡ്രൈ ക്ലൈമറ്റ്, ഡ്രൈ വിൻസ് ഒന്നും ഈ നമ്മുടെ പർട്ടിക്കുലർ ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ ഹിമാലയാസ് ഒരു വലിയ നാച്ചുറൽ ഡിവൈഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഒരു ക്ലൈമാറ്റിക് എഫക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മൗണ്ടൻസിൽ ധാരാളം ട്രൈബ്സ്, ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ട്രൈബ്സിനെയും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ തരത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മൗണ്ടൻസ് വളരെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് മൗണ്ടൻസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലേറ്റ്യൂസ്. ഓക്കെ, പ്ലേറ്റ്യൂസ് നമ്മൾ പറഞ്ഞു മൗണ്ടൻസും പ്ലേറ്റ്യൂസും എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് രണ്ടും സീ സർഫസിൽ നിന്നും എലവേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോംസ് ആണ്. ബട്ട് നമ്മുടെ പ്ലേറ്റ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സർഫസ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലെവൽഡ് സർഫസ് ഏരിയ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക അല്ലെ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഏരിയ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക അതർ ദാൻ നമ്മുടെ മൗണ്ടൻസ്. സോ ഇവിടെ പ്ലേറ്റ്യൂവിനെ നമുക്ക് അല്ലെങ്കിൽ പ്ലേറ്റ്യൂ ടോപ്പോഗ്രഫീനെ ഹൈലാൻഡ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ടേബിൾ ലാൻഡ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ പാറ്റ്ലാൻഡ് ടോപ്പോഗ്രഫി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എ പ്ലേറ്റ്യൂ ഈസ് ആൻ എലവേറ്റഡ് ഏരിയ വിത്ത് എ മോർ ഓർ ലെസ് ലെവൽ ലാൻഡ് ഓൺ ഇറ്റ്സ് ടോപ്പ്. ഓക്കെ, മൗണ്ടനിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സമ്മിറ്റ് ഏരിയ അല്ലെങ്കിൽ അതിന്റെ പീക്കിലേക്ക് വരുമ്പോഴത്തേക്കിനും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പീക്കായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പീക്കായിരിക്കും കാണാൻ പറ്റുക. ഇവിടെ ഒരു ലെവൽഡ് ടോപ്പോഗ്രഫി ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. ബേസ്ഡ് ഓൺ ദ ഫോർമേഷൻ നമുക്ക് ഇതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ഇന്റർമോണ്ടൻ പ്ലേറ്റ്യൂ ആൻഡ് ദെൻ കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ, പീഡ്മോണ്ട് പ്ലേറ്റ്യൂ, ഡിസെക്റ്റഡ് പ്ലേറ്റ്യൂ ആൻഡ് വോൾക്കാനിക് പ്ലേറ്റ്യൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്റർമോണ്ടൻ പ്ലേറ്റ്യൂവിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്റർമോണ്ടൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്യാം അല്ലെ. ഇന്റർമോണ്ടൻ പ്ലേറ്റ്യൂ ബിറ്റ്വീൻ മൗണ്ടൻസ് അല്ലെങ്കിൽ രണ്ട് മൗണ്ടന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ഇന്റർമോണ്ടൻ പ്ലേറ്റ്യൂ എന്ന് പറയാം. ബേസിക്കലി ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള പ്ലേറ്റ്യൂസ് ജനറലി നമുക്ക് കാണാൻ പറ്റുന്നത് ഫോൾഡ് മൗണ്ടൻസിന്റെ ഏരിയാസിലായിരിക്കും. ഓക്കെ, 2 ഫോൾഡ് മൗണ്ടൻസ് രൂപപ്പെടുന്നു. ഈ ഫോൾഡ്
മൗണ്ടൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ റിജിഡും അതുപോലെ തന്നെ വളരെ കട്ടി കൂടിയ ഒരു പ്ലേറ്റും കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോൾഡിങ് സംഭവിക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഫോൾഡിങ് സംഭവിക്കുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ഫോൾഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്ലേറ്റ് ബൗണ്ടറീസ് ആക്റ്റീവ് ആവുന്ന സമയം വരെ ഫോൾഡ് മൗണ്ടൻസിന് ഹൈറ്റ് കൂടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർ മൗണ്ടൻ പ്ലേറ്റിനും എന്താണ് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്ലേറ്റൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ ഇന്റർ മൗണ്ടൻ പ്ലേറ്റൂസ് ആണ്. ഓക്കെ, ദ പ്ലേറ്റൂസ് വിച്ച് ആർ ബോർഡറിംഗ് ദ മൗണ്ടൻ റേഞ്ചസ് or are partly or fully enclosed within them are the intermountain plateaus. For example, നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പ്ലേറ്റു ഓഫ് ടിബറ്റ്. ഓക്കെ, ഹിമാലയയുടെ ഇൻ ബിറ്റ്വീനിലായിട്ടൊക്കെ ഇരിക്കുന്ന പ്ലേറ്റു ഓഫ് ടിബറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആൻഡീസിലുള്ള ബൊളീവിയൻ പ്ലേറ്റു എന്താണ്? ഇന്റർ മൗണ്ടൻ പ്ലേറ്റുവിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റു. ഈ കോണ്ടിനെന്റൽ പ്ലേറ്റു എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോണ്ടിനെന്റിന്റെ ഭാഗം അബ്രപ്റ്റ്ലി ഇലവേറ്റഡ് ആവുന്ന ഒരു ലാൻഡ് ഫോം ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോണ്ടിനെന്റൽ പ്ലേറ്റു എന്ന് പറയുന്നത് പ്ലേറ്റൂസ് ഓഫ് അക്യുമുലേഷൻ എന്നറിയപ്പെടും. കോണ്ടിനെന്റൽ പ്ലേറ്റു ആണ് പ്ലേറ്റൂസ് ഓഫ് അക്യുമുലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന കോണ്ടിനെന്റൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കാണുന്ന പ്ലേറ്റൂസ്, മോസ്റ്റ് ഓഫ് ദ പ്ലേറ്റൂസും എന്ത് തന്നെയാണ്? കോണ്ടിനെന്റൽ പ്ലേറ്റൂസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മഹാരാഷ്ട്രൻ പ്ലേറ്റു, റാഞ്ചി പ്ലേറ്റു, ഹസാരിബാഗ് പ്ലേറ്റു. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഡെക്കാൻ പ്ലേറ്റു ആൻഡ് മാൽവ പ്ലേറ്റു ഈസ് നോട്ട് ഇൻ ദ ലിസ്റ്റ് ഓഫ് കോണ്ടിനെന്റൽ പ്ലേറ്റു. ഓക്കെ, അവരെ ഒഴിച്ചിട്ട് ബാക്കി മോസ്റ്റ് ഓഫ് ദ പ്ലേറ്റൂസ് നമുക്ക് കോണ്ടിനെന്റൽ പ്ലേറ്റു ആയിട്ട് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് പീറ്റ്മോൺ പ്ലേറ്റു. പീറ്റ്മോൺ പ്ലേറ്റു ബേസിക്കലി ഇതും ഫോം ചെയ്യുന്നത് നമ്മുടെ പ്രോസസ് ഓഫ് ഡെന്യൂഡേഷന്റെ അണ്ടറിലാണ് പീറ്റ്മോൺ പ്ലേറ്റു എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു പിക്ചർ ഉണ്ട് അല്ലെ, ഒരു മൗണ്ടന്റെ പിക്ചർ ഉണ്ട്. പീറ്റ്മോൺ പ്ലേറ്റു എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പേരിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യുകയാണെങ്കിൽ പീറ്റ്മോൺ എന്നൊരു നെയിമിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഫൂട്ട് ഓഫ് എ മൗണ്ടൻ. ഓക്കെ, അതായത് ഫൂട്ട് ഓഫ് എ മൗണ്ടൻ. ഒരു മൗണ്ടൻ ഉണ്ടാവും, ഒരു മൗണ്ടൻ ഇങ്ങനെ ഉണ്ടാവും. ആ മൗണ്ടന്റെ ഫൂട്ടിൽ അല്ലെങ്കിൽ ഫൂട്ട് ഹിൽസിൽ ഉണ്ടാവുന്ന പ്ലേറ്റൂസ് ആണ് എന്തെന്ന് പറയുക? പീറ്റ്മോൺ പ്ലേറ്റു എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ ഈ മൗണ്ടന്റെ ആദ്യത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നിരിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇറോഷൻസ്, ബേസിക്കലി നമ്മുടെ വിൻഡ് ഇറോഷൻസ്, ഓക്കെ, വിൻഡ് ഇറോഷൻസ് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വിൻഡ് ഇറോഷൻസ് മൂലം ആ ഒരു ഏരിയ ഇറോഡ് ചെയ്ത് അതിന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റും. സോ അതാണ് അവിടെ ബേസിക്കലി ഈ പർട്ടിക്കുലർ പ്ലേറ്റു ഫോം ആവുന്നത് എന്താണ്? പ്രോസസ് ഓഫ് ഡെന്യൂഡേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇത് ഒന്നില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ലാൻഡ് ആവാം, ഒരു സീ ആവാം, അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ആവാം. ഓക്കെ, അപ്പോൾ പ്ലേറ്റൂസ് ഓഫ് ഡെന്യൂഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പീറ്റ്മോൺ പ്ലേറ്റു ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതെന്താണ്? ഡെന്യൂഡേഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇറോഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒന്നാണെന്ന് പറയാം. നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മാൽവ പ്ലേറ്റു എടുക്കാം. ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് പറ്റും ആരവല്ലി റേഞ്ചസ് അല്ലെങ്കിൽ ആരവല്ലി ഹിൽസ് അവിടെ ഉണ്ട്. അതിന്റെ ഫൂട്ട് ഹിൽസിലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്ലേറ്റു ആണ് മാൽവ പ്ലേറ്റു എന്ന് പറയുന്നത്. ഓക്കെ, സോ മാൽവ പ്ലേറ്റു ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പീറ്റ്മോൺ പ്ലേറ്റു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസെക്റ്റഡ് പ്ലേറ്റു. ഈ ഡിസെക്റ്റഡ് പ്ലേറ്റു ബേസിക്കലി നമ്മുടെ റെസിജ്വൽ മൗണ്ടൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി അവിടെയും എന്ത് തന്നെയാണ്? ഇറോഷൻസ്, കണ്ടിന്യൂസ്ലി ഇറോഷൻസ് സംഭവിച്ചിട്ട് അതൊരു, നമ്മൾ പറഞ്ഞു പ്ലേറ്റൂസിന്റെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു ടേബിൾ ലാൻഡ് ടോപ്പോഗ്രഫി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണ്? ഒരു ഷാർപ്പ് എഡ്ജ് ആണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ കൊളറാഡോ പ്ലേറ്റു ഇൻ വെസ്റ്റേൺ USA ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ തന്നെ കാണാനായിട്ട് പറ്റും. ഒരു ഷാർപ്പ് എഡ്ജ് ആണ് ഇതിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പോൾ എന്താണ്? ഇറോഷൻസ് സംഭവിച്ച് ആ ഒരു ഏരിയ വളരെ ഷാർപ്പായിട്ട് പോകുന്നു. അത് മാത്രമല്ല, അവിടെ കണ്ടിന്യൂസ്ലി ഇറോഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഇടവിട്ട് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറേയധികം സ്ട്രക്ചേഴ്സ് ഉണ്ട്, പക്ഷെ അവിടെ എല്ലാം ഇറോഷൻസ് സംഭവിച്ച് അത് ഒന്നിടവിട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ അതിന്റെ റിലീഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷാർപ്പായിട്ടുള്ള റിലീഫ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊളറാഡോ പ്ലേറ്റു ഇൻ വെസ്റ്റേൺ USA. നെക്സ്റ്റ് വോൾക്കാനിക് പ്ലേറ്റു. ഇവിടെയും എന്താണ്? വോൾക്കാനിസം സംഭവിച്ച്, അതായത് ചെറിയ ന്യൂമറസ് സ്മോൾ വോൾക്കാനിസത്തിന്റെ ഫലമായിട്ട് വോൾക്കാനിസം സംഭവിച്ച് ലാവ അക്യുമുലേറ്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പ്ലേറ്റു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലേറ്റു ആണ് വോൾക്കാനിക് പ്ലേറ്റു എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡെക്കാൻ ട്രാപ്പ്. ഓക്കെ, ഇന്ത്യയിലെ ഡെക്കാൻ ട്രാപ്പ് ഒരു എക്സാമ്പിൾ ആണ്. നമുക്കറിയാം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടെ, ആ ഒരു ഗ്യാപ്പിൽ കൂടെ ലാവ ഫ്ലോ ചെയ്ത് ആ ഒരു ഏരിയ നമുക്ക് എന്താണ് ഈ പറഞ്ഞതുപോലെ ഒരു വോൾക്കാനിക് പ്ലേറ്റു ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. വോൾക്കാനിക് plate is formed by numerous small volcanic eruptions that slowly build up over time. Okay, time കഴിയുന്ന അനുസരിച്ചിട്ട് ആ ഒരു ഏരിയ slowly build up ആയി വരുന്നു. അങ്ങനെ forming a plateau from the resulting lava flows. Okay, അങ്ങനെയാണ് volcanic plateau build up ആയി വരുന്നത്. Example, Deccan Trap in India, അതുപോലെ തന്നെ Columbia Plateau in northwestern USA. നമുക്കിവിടെ കാണാം ഡിഫറെന്റ് പ്ലേറ്റൂസ്. കൊളറാഡോ പ്ലേറ്റു കാണാം ഈ ഒരു ഭാഗത്ത്, നമ്മുടെ നോർത്ത് അമേരിക്കയിൽ കൊളറാഡോ പ്ലേറ്റു, അതുപോലെ തന്നെ ഒസാക് പ്ലേറ്റു കാണാനായിട്ട് പറ്റും. ആൻഡ് ദെൻ സൗത്ത് അമേരിക്കയിലോട്ട് വരുമ്പോൾ മാറ്റോ ഗ്രാസോ പ്ലേറ്റു കാണാനായിട്ട് പറ്റും. ദെൻ നോക്കിക്കേ, ആഫ്രിക്കയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട്
വേൾഡിലെ പ്ലേറ്റു ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ഭാഗത്ത് കൊളറാഡോ പ്ലേറ്റു കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒസാക് പ്ലേറ്റു കാണാം. ആൻഡ് ദെൻ സൗത്ത് അമേരിക്കയിലേക്ക് വരുമ്പോൾ മാട്ടോഗ്രാസോ പ്ലേറ്റു കാണാം. ആൻഡ് ആഫ്രിക്കയിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്കിവിടെ കട്ടാങ്ക പ്ലേറ്റു. ഓക്കെ, കട്ടാങ്ക പ്ലേറ്റു കാണാം ഈ ഒരു ഭാഗത്തായിട്ട്, കട്ടാങ്ക പ്ലേറ്റു. ആൻഡ് ദിസ് സൈഡ് നമുക്ക് ബൈ പ്ലേറ്റു കാണാം. ആൻഡ് ഇവിടെ നമുക്ക് അബിസീനിയൻ പ്ലേറ്റു അല്ലെങ്കിൽ എത്യോപ്യൻ പ്ലേറ്റു ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഈ ഒരു റീജിയൻ, നമ്മുടെ ടർക്കി റീജിയനിൽ നമുക്ക് അനറ്റോളിയൻ പ്ലേറ്റു കാണാനായിട്ട് പറ്റും. ആൻഡ് ഇന്ത്യയിലേക്ക് വരുമ്പം ഡെക്കാൻ പ്ലേറ്റു കാണാൻ. ആൻഡ് ചൈനയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റു ഓഫ് ടിബറ്റ്, അതുപോലെ മംഗോളിയൻ പ്ലേറ്റു കാണാനായിട്ട് പറ്റും. ആൻഡ് മ്യാൻമർ ഈ ഒരു റീജിയനിൽ നമുക്ക് ഷാൻ പ്ലേറ്റു ഉണ്ട്, ഷാൻ പ്ലേറ്റു, ഡെക്കാൻ പ്ലേറ്റു, ഇത് അനറ്റോളിയൻ പ്ലേറ്റു. ആൻഡ് ഈ ഭാഗത്ത് ബൈ പ്ലേറ്റു ആൻഡ് കട്ടാങ്ക പ്ലേറ്റു, ഇവിടെ കൊളറാഡോ പ്ലേറ്റു, ഒസാക് പ്ലേറ്റു, മാട്ടോഗ്രാസോ പ്ലേറ്റു. സോ പിന്നെ അതുപോലെ ഓസ്ട്രേലിയ ഏരിയയിൽ നമുക്ക് കിംബർലി പ്ലേറ്റൂസ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് വേൾഡ്. ഇതൊക്കെ നമ്മുടെ വേൾഡിൽ പ്ലേറ്റു ഡിസ്ട്രിബ്യൂഷൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. കൃത്യമായിട്ടും ആ ഒരു കോണ്ടിനെന്റും അതുപോലെ തന്നെ ആ ഒരു പ്ലേറ്റൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. നോർത്ത് അമേരിക്കയിൽ കൊളറാഡോ പ്ലേറ്റു, ഒസാക് പ്ലേറ്റു. സൗത്ത് അമേരിക്കയിലേക്ക് വരുമ്പോൾ മാട്ടോഗ്രാസോ പ്ലേറ്റു ഉണ്ട്. ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ബൈ പ്ലേറ്റു നമുക്ക് കാണാനായിട്ട് പറ്റും, കട്ടാങ്ക പ്ലേറ്റു കാണാനായിട്ട് പറ്റും, എത്യോപ്യൻ അല്ലെങ്കിൽ അബിസീനിയൻ പ്ലേറ്റു കാണാനായിട്ട് പറ്റും. അനറ്റോളിയൻ പ്ലേറ്റു ഈസ് ഇൻ ടർക്കിയിലാണ്. അതുപോലെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡെക്കാൻ പ്ലേറ്റു കാണാനായിട്ട് പറ്റും. നമ്മുടെ ഏതാണ് ചൈനയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഓഫ് ടിബറ്റ് ആൻഡ് മംഗോളിയൻ പ്ലേറ്റു കാണാനായിട്ട് പറ്റും. മ്യാൻമറിലേക്ക് പോവുകയാണെങ്കിൽ ഷാൻ പ്ലേറ്റു. ആൻഡ് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ കിംബർലി പ്ലേറ്റു. അനറ്റോളിയൻ പ്ലേറ്റു എന്ന് പറയുന്നത് യൂറോപ്പിലും അതുപോലെ തന്നെ ഏഷ്യയിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ്. കൂടുതൽ ഭാഗവും അനറ്റോളിയൻ പ്ലേറ്റിന്റെ ഇവിടെ തന്നെയാണ്, നമ്മുടെ ഏഷ്യയിൽ തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലേറ്റൂസ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇവിടെ ഡെക്കാൻ പ്ലേറ്റു മാത്രമല്ല, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു പോലെയുള്ള പ്ലേറ്റൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അവിടെ എന്താണ്, മിനറൽ റിച്ച് ഏരിയാസ് ആണ്. അതുപോലെ ജർമ്മനി ലെറർ എന്ന് പറയുന്ന ഏരിയാസും ഇവിടെയൊക്കെ നമുക്ക് എന്താണ്, മിനറൽ റിച്ച് ആയിട്ടുള്ള ഏരിയാസ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് ആണ് നമ്മുടെ പ്ലേറ്റൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം എനർജി സോഴ്സസ് അവിടെ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു എലിവേറ്റഡ് ഏരിയ ആണ്, അതുപോലെ തന്നെ ഒരു പ്ലെയിൻ സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കൂൾ ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. കൾട്ടിവേഷൻ ഓഫ് സ്യൂട്ടബിൾ ക്രോപ്പ്. നമുക്കറിയാം നമ്മുടെ ഡെക്കാൻ പ്ലേറ്റു, ഡെക്കാൻ ട്രാപ്പിൽ ആ ഭാഗത്ത് കൂടുതലായിട്ടും ബ്ലാക്ക് സോയിൽസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടൺ കൾട്ടിവേഷൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ആ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഹൈഡ്രൽ ഇലക്ട്രിസിറ്റിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ടൂറിസവും ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്ലെയിൻസ്. ഓക്കെ, പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലോ ലൈങ് ഫ്ലാറ്റ് ഏരിയ ആണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. അവിടുത്തെ സ്ലോപ്സ് ഒക്കെ വളരെ ജെന്റിൽ ആയിരിക്കും അല്ലെ. ഭയങ്കരമായിട്ടൊരു ലാൻഡ് ലെവൽഡ് സർഫസ് ആണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. എ പ്ലെയിൻ ഈസ് നത്തിങ് ബട്ട് എ ലോ ലൈങ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ലാൻഡ് surface with very gentle slope and minimum local relief. Okay, അപ്പോൾ ബേസിക്കലി ഈ പ്ലെയിൻസുകൾ ഫോം ആവാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ റിവേഴ്സിന്റെ ഡിപ്പോസിഷണൽ ഫീച്ചർ ആണ്. ഓക്കെ, റിവേഴ്സ് നമുക്കറിയാം അതിന്റെ ഇറോഷണൽ കപ്പാസിറ്റി കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ധാരാളം പ്ലെയിൻസുകൾ ബിൽഡപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലെയിൻസിന് സീ ലെവലിൽ നിന്ന് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 200 മീറ്റേഴ്സിന്റെ ആ ഒരു ലെവലിലാണ് പ്ലെയിൻസിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. സോ ഈ പ്ലെയിൻസിനും മോഡ് ഓഫ് ദെയർ ഫോർമേഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് സ്ട്രക്ചറൽ പ്ലെയിൻ ആൻഡ് ദെൻ ഡിപ്പോസിഷണൽ പ്ലെയിൻ ആൻഡ് ഇറോഷണൽ പ്ലെയിൻ. ഓക്കെ, സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറയുന്നത് സ്ട്രക്ചറലി ഡിപ്രസ്ഡ് ഏരിയാസ് ഓഫ് ദ എർത്ത്. ഓക്കെ, അതാണ് സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അത് ബേസിക്കലി എന്താണ്, ഭൂമി ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ അല്ലെങ്കിൽ ഭൂമി ഉണ്ടായി ആ ഒരു പീരീഡിൽ തന്നെ എന്താണ് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ അതാണ് സ്ട്രക്ചറലി ഡിപ്രസ് അല്ലെങ്കിൽ സ്ട്രക്ചറലി പ്ലെയിൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ പ്ലെയിൻ എന്ന് പറയാം. ബേസിക്കലി ഗ്രേറ്റ് പ്ലെയിൻസ് ഇൻ USA, അതുപോലെ തന്നെ സെൻട്രൽ ലോലാൻഡ്സ് ഓഫ് ഓസ്ട്രേലിയ, ഇത് രണ്ടും അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പോസിഷണൽ പ്ലെയിൻ. ബേസിക്കലി നമ്മുടെ ഡിപ്പോസിഷൻസ്, അതായത് വേരിയസ് ഏജൻസ്, റിവർ ആവാം, വിൻഡ് ആവാം, അതുപോലെ ഗ്ലേഷ്യർ ആവാം, ഗ്രൗണ്ട് വാട്ടർ ആവാം, വേവ് ആവാം, ഇതിന്റെയൊക്കെ ഡിപ്പോസിഷണൽ ഫീച്ചർ കൊണ്ട് ഉണ്ടാകപ്പെട്ടിട്ടുള്ള പ്ലെയിൻസ് ആണ് ഡിപ്പോസിഷണൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ഇന്ത്യ, അവിടെ എന്താണ് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര ഈ 3 റിവേഴ്സിന്റെയും ഇറോഷണൽ കപ്പാസിറ്റി കൊണ്ടുണ്ടായ സെഡിമെന്റ്സ് വന്ന് അക്യുമുലേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഏരിയ ആണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതെന്താണ് നമ്മുടെ ഡിപ്പോസിഷണൽ പ്ലെയിനിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കറിയാം വേരിയസ് ഏജൻസ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു വേരിയസ് ഏജൻസ് ഏതൊക്കെയാണ് ഈ ഇറോഷന് അല്ലെങ്കിൽ ഡിപ്പോസിഷൻസ് കാരണമായിട്ടുള്ള വേരിയസ് ഏജൻസ്. നമ്മൾ പറഞ്ഞു റിവർ, ഗ്ലേഷ്യർ, വേവ്സ്, വിൻസ്. ഓക്കെ, അപ്പോൾ റിവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പോസിഷണൽ പ്ലെയിൻ ആണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
റിവർ ഇതുവഴി ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ റിവർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിന്റെ ഒരു റിവറിന് ഫ്ലഡ് നടത്താനുള്ള കപ്പാസിറ്റീസ് ഉണ്ട് അല്ലെ. റിവർ ഫ്ലഡ് നടത്തുമ്പോൾ അതിന്റെ ഡിപ്പോസിറ്റ്സ് ഈ രണ്ട് സൈഡിലേക്കും ഡിപ്പോസിറ്റ് ചെയ്യും. അതിന്റെ സെഡിമെന്റ്സ് ഈ രണ്ട് സൈഡിലേക്കും ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ ഡിപ്പോസിഷൻസ് മൂലം ധാരാളം ഫ്ലഡ് പ്ലെയിൻസ് ആ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പ്രളയ സമതലങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ധാരാളം ഫ്ലഡ് പ്ലെയിൻസ് ഈ ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യും. അതാണ് എന്താണ് റിവറിന്റെ ഒരു ഫീച്ചർ ആയിട്ടുള്ള ഫ്ലഡ് പ്ലെയിൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റൈക് പ്ലെയിൻസ്. ഡെൽറ്റൈക് പ്ലെയിൻസ് എന്ന് പറയുന്നത് അതായത് ഒരു റിവർ ഫ്ലോ ചെയ്ത് അത് ഓഷ്യനിലേക്ക് കണക്ട് ആകുക. ഓഷ്യനിലേക്ക് കണക്ട് ആകുമ്പോൾ നമുക്കറിയാം റിവറിൽ സെഡിമെന്റ്സ് ഉണ്ട്. അവിടെ പ്ലെയിൻസിലേക്ക് കടക്കുമ്പോൾ ബേസിക്കലി റിവറിന്റെ സ്പീഡ് വളരെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റിവർ എന്ന് പറയുന്നത് അതിലെ എന്താണ് സെഡിമെന്റ്സ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ആ ഭാഗത്ത് കൂടുതലായിട്ട് കാണിക്കുക. സോ റിവർ ഓഷ്യനിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മൗത്ത് ഓഫ് എ റിവർ എന്ന് പറയാം. ഓക്കെ, മൗത്ത് ഓഫ് എ റിവർ. അപ്പോൾ ഈ റിവറിന്റെ ഈ ഭാഗത്ത്, ആ മൗത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നദീമുഖം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് റിവർ ചെറിയ ചെറിയ ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് ഡിവൈഡ് ആയിട്ട് അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഈ പറയുന്ന സെഡിമെന്റ്സിന്റെ ഡിപ്പോസിഷൻസ് കാണാം. സോ ടെമ്പററി ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സിനെയാണ് നമ്മൾ ഡെൽറ്റാസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡെൽറ്റൈക് പ്ലെയിൻസ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് ദെൻ ഗ്ലേഷ്യേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പോസിഷൻസ് ആണ് ടില്ലൈറ്റ്. ഓക്കെ, ടില്ലൈറ്റ് എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഗ്ലേഷ്യേഴ്സിന്റെ ഡിപ്പോസിറ്റ്സ് ആണ്. ഈ ടില്ലൈറ്റ്സ് കൊണ്ടുണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ടിൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വേസിൽ നമുക്ക് കോസ്റ്റൽ പ്ലെയിൻസിൽ കാണാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ ബീച്ചസ് അല്ലെ, ബീച്ചസ് ഉണ്ട്. അതുകൂടാതെ തന്നെ സാൻഡ് ബാസ്, ബാരിയർ ഐലൻഡ്സ്, ഇതൊക്കെ എന്താണ് നമ്മുടെ വേസിന്റെ ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ് ആണ്. വിൻഡിന്റെ ഡിപ്പോസിഷണൽ ഫീച്ചർ ആണ് ലോയസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലോയസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇറോഷണൽ പ്ലെയിൻ. ബേസിക്കലി എന്താണ് ഈ പറയുന്ന വേരിയസ് ഏജൻസിന്റെ ഇറോഷണൽ കപ്പാസിറ്റി കൊണ്ടുണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ഇറോഷണൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ദീസ് പ്ലെയിൻസ് ആർ കാവ്ഡ് ബൈ ഏജൻസ് ഓഫ് ഇറോഷൻസ്. ഓക്കെ, ഏജൻസ് ഓഫ് ഇറോഷൻ കാവ് ചെയ്തുണ്ടാവുന്ന പ്ലെയിൻസ് ആണ് ഇറോഷണൽ പ്ലെയിൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പ്ലെയിൻസ് ഓഫ് കാനഡ, അതുപോലെ തന്നെ നയാഗ്ര പ്ലെയിൻസ് ഓഫ് ദ USA. നമുക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ചമ്പൽ റാവൻസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ചമ്പൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഒരു ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. സോ ചമ്പൽ റാവൻസ് ഇൻ ഇന്ത്യയും എന്ത് തന്നെയാണ് ഇറോഷണൽ പ്ലെയിനിന് ഒരു എക്സാമ്പിൾ ആണ്. സോ റിവേഴ്സിന്റെ ഇറോഷണൽ പ്ലെയിനെ നമ്മൾ വിളിക്കുന്നതാണ് പെനി പ്ലെയിൻസ്. ഓക്കെ, റിവേഴ്സിന്റെ ഇറോഷണൽ പ്ലെയിനെ പെനി പ്ലെയിൻസ് എന്നും വിൻഡിന്റെ ഇറോഷണൽ പ്ലെയിൻസിന് നമ്മൾ പെഡി പ്ലെയിൻസ് എന്നുമാണ് വിളിക്കുന്നത്. അതുപോലെ ഗ്ലേഷ്യേഴ്സിന്റെ ആണെങ്കിൽ ഐസ് കോഡ് പ്ലെയിൻ എന്നും പറയാം. അതുപോലെ വേവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പോലെ സീ കേവ്സ്, അതുപോലെ സീ ആർച്ചസും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലെയിൻസ്. ഓക്കെ, ബേസിക്കലി നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, അതിനെ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഹൈലി ഫെർട്ടൈൽ റീജിയൻ ആണ് അല്ലെ. ഹൈലി ഫെർട്ടൈൽ റീജിയൻ ആണ്. എന്തുകൊണ്ട് തന്നെയാണ് ഈ ഡിപ്പോസിഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം അലൂവിയൽസ് അവിടെ ഫോം ആവുന്നുണ്ട് അല്ലെ. ഈ അലൂവിയൽസ് അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു റീജിയൻ ആണെന്ന് നമുക്കറിയാം. ഫെർട്ടിലിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ അവിടങ്ങളെല്ലാം അഗ്രികൾച്ചറൽ സോൺസും ആണ് അല്ലെ. ഇന്ത്യയുടെ ഏകദേശം ഒരു 50% ഓഫ് വീറ്റും അതുപോലെ 40% ഓഫ് റൈസ് ഒക്കെ എന്ത് തന്നെയാണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ അഗ്രികൾച്ചറൽ സോൺസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ ആൾക്കാർക്ക് അവിടെ താമസിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ്ലിഹുഡ് ഏർണിങ്സ് ഒക്കെ ആ ഒരു പർട്ടിക്കുലർ അഗ്രികൾച്ചറിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല അവിടെ ധാരാളം ആക്സസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതായത് നമുക്കറിയാം റെയിൽ, റോഡ്, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ കൂടുതലായിട്ടും ബിൽഡ് ചെയ്യാനായിട്ട് പ്ലെയിൻസിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതുപോലെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ഈ ഒരു ഏരിയ വളരെ ഈസിയാണ്. അതുകൊണ്ട് ഈസിലി ആക്സസിബിലിറ്റി ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുണ്ട്. ധാരാളം റിവേഴ്സിന്റെ ഫോർമേഷൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇറിഗേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതുകൂടാതെ തന്നെ കൾച്ചറൽ ടൂറിസം, അതായത് നമ്മുടെ ഹരിദ്വാര പോലുള്ള ഏരിയാസിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ കുംഭമേള പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള കൾച്ചറൽ ടൂറിസത്തിനും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ പ്ലെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഐലൻഡ്സ്. ഓക്കെ, ഐലൻഡ്സ് ആണ്. ആൻഡ് ഐലൻഡ് ഇസ് എ ബോഡി ഓഫ് ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ. നമുക്കറിയാം 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു ലാൻഡ് ബോഡിയാണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ദെയർ ഫോർമേഷൻ നമുക്ക് ഐലൻഡ്സിനെയും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഈസ് continental islands, and then volcanic islands, and then parts of submerged mountains, coral islands, riverine islands. ഇത് കൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് പോലുള്ള കാര്യങ്ങളുണ്ട്. സോ നമുക്ക് നോക്കാം.
ഫസ്റ്റ് എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ഐലൻഡ്സ്. ഓക്കെ, ഈ കോണ്ടിനെന്റൽ ഐലൻഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് ഒരു ഏർലിയസ്റ്റ് പീരിയഡിൽ ഫോമർലി നമ്മുടെ മെയിൻ ലാൻഡിന്റെ പാർട്ട് തന്നെയായിരുന്നു ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, കാലക്രമേണ ആ ഒരു പർട്ടിക്കുലർ ഏരിയ ഇതിൽ നിന്ന് ഡ്രിഫ്റ്റഡ് ആയി അല്ലെങ്കിൽ അതിൽ നിന്ന് പൊട്ടിപ്പോയി മറ്റൊരു ഏരിയയിൽ അല്ലെങ്കിൽ മാറി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ ആഫ്രിക്കൻ പ്ലേറ്റുവിന്റെ പാർട്ടായിരുന്നു ഇന്ത്യ, അതുപോലെ അല്ലെങ്കിൽ ആഫ്രിക്കൻ പ്ലേറ്റു ഇന്ത്യ ഓസ്ട്രേലിയ ഒക്കെ ഒരുമിച്ച് കിടക്കുകയായിരുന്നു അല്ലെ. അതിനുശേഷം അതിന്റെ ഫോർമേഷൻസ് ഒക്കെ നടക്കുന്നു, അങ്ങനെ അത് സെപ്പറേറ്റ് ആവുന്നു, ഓരോ കോണ്ടിനെന്റ്സ് ആയിട്ട് മാറുന്നു. അങ്ങനെ ആഫ്രിക്കയുടെ ഒരു ഏരിയ ആയിട്ടുള്ള മഡഗാസ്കർ എന്താണ്, ആഫ്രിക്കയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ആഫ്രിക്കയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ആഫ്രിക്കൻ റിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ആഫ്രിക്ക പിളരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയയും എന്ത് തന്നെയാണ്, ഇനി ആഫ്രിക്കയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ സെപ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ദീസ് ഐലൻഡ്സ് വെർ ഫോമർലി പാർട്ട് ഓഫ് ദ മെയിൻ ലാൻഡ് ആൻഡ് ആർ നൗ ഡിറ്റാച്ച്ഡ് ഫ്രം ദ കോണ്ടിനെന്റ്. ആ മെയിൻ ലാൻഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മറ്റൊരു കോണ്ടിനെന്റ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും. അങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ കോണ്ടിനെന്റൽ ഐലൻഡ്സ് എന്ന് പറയാൻ പറ്റുക. ബേസിക്കലി അതൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ഷാലോ ലഗൂണോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ചാനലോ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് മഡഗാസ്കർ, അതുപോലെ തന്നെ ഫോർമോസ. നെക്സ്റ്റ് വോൾക്കാനിക് ഐലൻഡ്സ്. ഓക്കെ, അപ്പോൾ വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക, രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സ്, ഓക്കെ, രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ എന്താണ്, അവിടെ വോൾക്കാനിസം, ഇറ്റ് ഇൻഡ്യൂസസ് ദ വോൾക്കാനിസം അല്ലെ. അങ്ങനെ വോൾക്കാനിസം ഇൻഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഐലൻഡ് ആക്സിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഒന്നാണ് വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. രണ്ട് ഓഷ്യാനിക് പ്ലേറ്റുകൾ എന്താ പറയാ കൺവേർജ് ചെയ്യുന്നു. രണ്ട് ഓഷ്യാനിക് പ്ലേറ്റുകൾ കൺവേർജ് ചെയ്യുന്നു. അതിൽ ലാർജർ ആയിട്ടുള്ള ഓഷ്യാനിക് പ്ലേറ്റ്സ് ഈ സ്മോളർ ഓഷ്യാനിക് പ്ലേറ്റ്സിന്റെ മാൻഡിലേക്ക് സബ്ഡ്യൂഡ് ചെയ്യും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, മാൻഡിലിൽ എത്തുമ്പോഴത്തേക്കിനും ഈ ഒരു പർട്ടിക്കുലർ ഓഷ്യാനിക് പ്ലേറ്റ് അവിടെ മെൽറ്റ് ഡൗൺ ആവാൻ തുടങ്ങും. അങ്ങനെ അവിടെ എന്ത് സംഭവിക്കും, വോൾക്കാനിസം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലാവ അവിടെ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും. അവിടെ വോൾക്കാനിസം സംഭവിക്കും. ഈ വോൾക്കാനിസം എവിടെയാണ് നടക്കുന്നത്, നമ്മുടെ ഓഷ്യന്റെ അണ്ടറിലായിരിക്കും നടക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം ഐലൻഡ് ആർക്സിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഫോംഡ് ബൈ ദ കൺവേർജൻസ് ഓഫ് ടു ഓഷ്യാനിക് പ്ലേറ്റ്സ്. ഇറ്റ് ഇൻഡ്യൂസസ് വോൾക്കാനിസം ഇൻ ദ സീ കോസസ് ദ ഫോർമേഷൻ ഓഫ് ഐലൻഡ് ആർക്ക്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ വൺ ആൻഡ് ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള ബാരൻ ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വൺ ആൻഡ് ഓൺലി ഡോർമെന്റ് വോൾക്കാനോ ആയിട്ടുള്ള നാർക്കോണ്ടം ഐലൻഡ്. ഇത് രണ്ടും എവിടെയാണ്, നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിലാണ് ഉള്ളത്. സോ ഇതെന്താണ്, വോൾക്കാനിക് ഐലൻഡ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സബ്മേർജ്ഡ് മൗണ്ടൻസ്. ഓക്കെ, സബ്മേർജ്ഡ് മൗണ്ടൻസിന്റെ പാർട്സ് നമുക്ക് മനസ്സിലാക്കാം. ഈ പറയുന്ന അതായത് നമ്മുടെ ഓഷന്റെ അണ്ടറിലുള്ള മൗണ്ടൻസ് ഉണ്ട്, സബ്മറൈൻ മൗണ്ടൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ മൗണ്ടൻസ് മുകളിലേക്ക് വന്ന്, അതായത് ഹൈറ്റ് കൂടി അവ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഐലൻഡ് ആയിട്ട് ഫോം ആവുന്നു. അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സബ്മേർജ്ഡ് മൗണ്ടൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന് ഹിമാലയാസുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹിമാലയസുമായിട്ട് റിലേറ്റ് ചെയ്ത ഹിമാലയാസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഹിമാലയാസിന്റെ ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നതാണ് പൂർവാഞ്ചൽസ് അല്ലെ. ഈ പൂർവാഞ്ചൽസിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ മ്യാൻമറിലേക്ക് മാറിക്കിടപ്പുണ്ട്. പൂർവാഞ്ചൽ എന്ന് പറയുന്നത് ഹിമാലയാസിന്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ മോസ്റ്റ് എക്സ്റ്റൻഷൻ ആണ്. ഈ പൂർവാഞ്ചൽ മ്യാൻമറിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, അരക്കൻ വ്യോമ എന്ന് പറയാം. ഈ അരക്കൻ വ്യോമ മ്യാൻമറിൽ നിന്ന് വീണ്ടും ബേ ഓഫ് ബംഗാളിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. ബേ ഓഫ് ബംഗാളിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്നത് എന്താണ്, അത് നമ്മുടെ സീ സിസ്റ്റത്തിന്റെ അണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ ഓഷ്യന്റെ അണ്ടറിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത്. അത് ബിൽഡപ്പായി അല്ലെങ്കിൽ അത് ഉയർന്നു പൊങ്ങി വന്നിട്ടുള്ളതാണ് നമ്മുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പൂർവാഞ്ചൽ ആ ഒരു രീതിയിലേക്ക് വന്നിട്ട് നമ്മുടെ ആൻഡമാൻ സീ അല്ലെങ്കിൽ ബർമീസ് പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ആയത്, മ്യാൻമർ പ്ലേറ്റ് എക്സ്റ്റെൻഡ് ആയി വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുള്ളതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. ഓക്കെ, മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കറിയാം ഇത് നമ്മുടെ അണ്ടർ സീയുടെ ആ ഭാഗത്ത് അടിത്തട്ടിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് മുകളിലേക്ക്, ഈ പറയുന്ന നമ്മുടെ സമുദ്രത്തിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സീ സർഫസിന് മുകളിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് എന്താ പറയാ ഇതുവഴി ഫോം ആവുന്ന ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫോം ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് ഐസ്ലാൻഡ്. ഓക്കെ, ഐസ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ് അറ്റ്ലാന്റിക് ഓഷ്യന്റെ
അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന്റെ അല്ലെങ്കിൽ മിഡ് ഓഷ്യനിക് റിഡ്ജിന്റെ ഒരു പാർട്ടായിട്ട് മുകളിലേക്ക് അബ്രപ്റ്റ് ആയിട്ട് പൊങ്ങി വന്ന ഒരു ഏരിയ ആണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ചാഗോസ് റിഡ്ജ്, അതായത് ലക്ഷദ്വീപ്, മാൽഡീവ്സ്, ചാഗോസ് ഐലൻഡ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ചാഗോസ് റിഡ്ജ് എന്ന് പറയുന്നത് മിഡ് ഇന്ത്യൻ റിഡ്ജിന്റെ പാർട്ടും കൂടെയാണ്. സോ ഇതൊക്കെ എന്താണ്, ഈ മിഡ് ഓഷ്യനിക് റിഡ്ജ് അല്ലെങ്കിൽ മിഡ് ഇന്ത്യൻ റിഡ്ജ് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിന്റെയൊക്കെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഏരിയ ഫോം ആവുന്നതാണ് ഈ പറയുന്ന പാർട്സ് ഓഫ് സബ്മേർജ്ഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോറൽ ഐലൻഡ്സ്. ഓക്കെ, കോറൽ ഐലൻഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ദേ ആർ ഫോംഡ് ബൈ ദ സ്കെൽട്ടൺസ് ഓഫ് കോറൽസ്. കോറൽസിൽ നിന്ന് അല്ലെങ്കിൽ കോറൽസിന്റെ സ്കെൽട്ടൺസിൽ നിന്ന് ഫോം ആവുന്ന ഒരു ഐലൻഡ്സ് ആണ് കോറൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ കോറൽസ് അടിത്തട്ടിൽ കോറൽസ് ഉണ്ടാവുന്നു, അത് നശിച്ചു പോകുന്നു. അതിന് മുകളിലേക്ക് വീണ്ടും കോറൽസ് ഉണ്ടാവുന്നു, അത് നശിച്ചു പോകുന്നു. അതിന് മുകളിലേക്ക് വീണ്ടും കോറൽസ് ഉണ്ടാവുന്നു, നശിച്ചു പോകുന്നു. അങ്ങനെ ബിൽഡപ്പായി സമുദ്രനിരപ്പിൽ മുകളിലേക്ക് എത്തുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ കോറൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വോൾക്കാനിക് ഐലൻഡ്സിനെ പോലെയല്ല, ഇത് വളരെ ഷാലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കോറൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ദ കോറൽ ഐലൻഡ്സ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ വോൾക്കാനിക് ഐലൻഡ്സ് ആർ സിഗ്നിഫിക്കന്റ്ലി ലോവർ ആൻഡ് ഓൺലി നാരോ റൈസ് അബോവ് ദ വാട്ടർ. ആ ഒരു പർട്ടിക്കുലർ ഏരിയാസ് ഫോം ആവുന്ന ഒന്നിനെയാണ് കോറൽ ഐലൻഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫോംഡ് വിത്ത് ദ സ്കെലട്ടൺസ് ഓഫ് ദ കോറൽ. ഓക്കെ, കോറൽസിന്റെ സ്കെലട്ടൺസിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു പാർട്ടാണ് കോറൽ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള ഓർഗാനിസംസും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന കോറൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലക്കഡീവ്സ്, അതുപോലെ തന്നെ മാൽഡീവ്സ്, ഇന്ത്യൻ ഓഷ്യനിലെ മാൽഡീവ്സും ഒക്കെ എന്താണ്, കോറൽ ഐലൻഡ്സിന് എക്സാമ്പിൾസ് ആണ്. ദെൻ റിവറൈൻ ഐലൻഡ്സ് അല്ലെ, റിവറൈൻ ഐലൻഡ്സ് അതെന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു മൗണ്ടൻസിൽ നിന്ന് വരുന്ന റിവർ ധാരാളം സെഡിമെന്റ്സ് ക്യാരി ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. ഇത് പ്ലെയിൻസിലേക്ക് കടക്കുമ്പോൾ പൊതുവെ ഈ പറയുന്ന പർട്ടിക്കുലർ റിവേഴ്സിന്റെ സ്പീഡ് വളരെ കുറയുകയും അവയുടെ കയ്യിലുള്ള സെഡിമെന്റ്സിനെ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മുടെ റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നു. റിവറിന്റെ നടുക്കായിട്ട് തന്നെ ഈ പറയുന്ന സെഡിമെന്റ്സ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു വരുന്നു. അങ്ങനെ ബിൽഡപ്പായി വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ റിവറൈൻ ഐലൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബേസിക്കലി അത് ബൈ ദ സെഡിമെന്റേഷൻ പ്രോസസ് ഓഫ് റിവേഴ്സ് അല്ലെങ്കിൽ ഡിപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ബൈ റിവേഴ്സ് ആണ് എന്ത് റിവറൈൻ ഐലൻഡ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് മജൂലി ഐലൻഡ് അല്ലെ. മജൂലി ഐലൻഡ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇൻഹാബിറ്റഡ് റിവറൈൻ ഐലൻഡ് ആണ് മജൂലി ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്റ്റും ഫസ്റ്റ് ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ ഏത് തന്നെയാണ്, മജൂലി ഐലൻഡ് ആണ്. സോ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെഡിമെന്റ്സ് ക്യാരി ചെയ്ത് വരുന്ന ഒരു റിവറാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര എന്ന് നമ്മൾ വിളിക്കുന്നത് ആസാമിൽ തന്നെയാണ്. സോ ബ്രഹ്മപുത്ര റിവർ ആസാമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു സെഡിമെന്റേഷൻ പ്രോസസ്സിൽ കൂടെ ഉണ്ടാവുന്ന ഒരു ഐലൻഡ് ആണ് ഏത്, മജൂലി ഐലൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് ഐലൻഡ്സ് നമ്മൾ പറഞ്ഞു. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അല്ലെ, ധാരാളം നമ്മുടെ ഇപ്പൊ കോറൽസ് പോലുള്ള ഏരിയാസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ എന്താണ് വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഹോട്ട്സ്പോട്ട് ഏരിയാസ് ആണ്. അതുപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ റീജിയൻസ് ഒക്കെ വളരെയധികം ഫ്രൂട്ട്സിന്റെയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് സീ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കൺസർവേഷൻ ഫ്രണ്ടിയേഴ്സ് അല്ലെ, അതായത് ഏറ്റവും പ്രോൺ ടു ഫ്ലഡിങ്ങിന് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ പസഫിക് ഓഷ്യനുള്ള ഐലൻഡ്സ് വെരി പ്രോൺ ടു ദീസ് സിറ്റുവേഷൻ. സോ ഇവിടെ എന്താണ് ഈ പറയുന്ന സീ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുങ്ങിപ്പോവാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെസ്റ്റിംഗ് സൈറ്റ്സ് ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ്. നമുക്കറിയാം നമ്മുടെ ഫാൽക്കൺ, അതുപോലെ എന്താണ് മറ്റ് മൈഗ്രേറ്ററി ബേർഡ്സ്, ഇതിന്റെയൊക്കെ ഒരു നെസ്റ്റിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഇടത്താവളം എന്ന രീതിയിൽ അവർക്ക് എഗ് ലേ ചെയ്യാനും അതുപോലെ അവർക്ക് റെസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസിനും വേണ്ടിയുള്ള ഒന്നാണ് നമ്മുടെ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഫോർ കോറൽ റീഫ്സ്. ഫൗണ്ടേഷൻ ഫോർ കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോറൽ റീഫ്സ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിംബിയോട്ടിക് റിലേഷൻസ് ബിറ്റ്വീൻ രണ്ട് ഓർഗാനിസംസ് ആണ് അല്ലെ. ഒരു പോളിപ്പും അതുപോലെ തന്നെ സൂസാന്തലെ എന്ന് പറയുന്ന ഒരു ആൽഗെ, ഈ രണ്ട് ഓർഗാനിസത്തിന്റെ ഒരു സിംബിയോട്ടിക് റിലേഷൻസ് ആണ് നമുക്ക് കോറൽ റീഫ്സിൽ കാണാനായിട്ട് പറ്റുക. കോറൽ റീഫ്സ് ബേസിക്കലി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാലോ വാട്ടറിലാണ് കാണാനായിട്ട് പറ്റുക. അത് മാത്രമല്ല അവിടെ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറും ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന സീ സിസ്റ്റത്തിൽ ഒരു പൊല്യൂഷനോ അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസസോ ഒക്കെ വരുമ്പോൾ അത് ആദ്യം അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ കീ സ്പീഷീസ് ആയിട്ടുള്ള കോറൽ റീഫ്സിനെ ആയിരിക്കും. ഓക്കെ, കോറൽ റീഫ്സിനെ ആയിരിക്കും. നമുക്കറിയാം ഈ പോളിപ്പിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോളിപ്പ് ഒരു
എന്താണ് നമ്മുടെ ചെടിയുടെയൊക്കെ ബ്രാഞ്ച് പോലെ കാണുന്ന ഈ പോളിപ്പിലേക്ക് ഈ പറയുന്ന സൂസാന്തല എന്ന് പറയുന്നത് പറ്റിപ്പിടിച്ച് വളരുന്നു. അതാണ് ആ പറയുന്ന സൂസാന്തല ആൽഗയാണ് ഈ പോളിപ്പിന് നിറം നൽകുന്നത്. ഓക്കെ, അങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സിംബിയോട്ടിക് റിലേഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മുടെ ഓഷ്യനിൽ വരുന്ന എന്തെങ്കിലും പൊല്യൂഷൻസോ ടെമ്പറേച്ചർ ഡിഫറൻസസോ കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ കോറൽസിനെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. സോ അത് എന്താണ് ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ഐലൻഡ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് ഡിഫൻസ് ലൊക്കേഷൻ. നമ്മുടെ ഐലൻഡ്സ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. നമുക്കറിയാം നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ, പോർട്ട് ബ്ലെയറിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് എന്ന് പറയുന്ന ഒരു ട്രൈ കമാൻഡ് സർവീസ് ഒക്കെ ബിൽഡപ്പ് ആയിട്ടുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ്. അത് മാത്രമല്ല, നെക്സ്റ്റ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഇൻഡിജിനസ് ട്രൈബ്സ്. ആൻഡമാനിൽ തന്നെ നോർത്ത് സെന്റിനൽ ട്രൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെന്താണ് ഇപ്പോഴും എന്താണ് വളരെ അവരുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന ട്രൈബ്സ് ആണ്. സോ അങ്ങനെയുള്ള ട്രൈബ്സിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, നമ്മുടെ ഐലൻഡ് സിസ്റ്റത്തിൽ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെസേർട്ട്. ഓക്കെ, ഡെസേർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി arid region ആണ് വിത്ത് എക്സ്ട്രീംലി ഹൈ ഓർ ലോ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഹാസ് സ്കാർസ് വെജിറ്റേഷൻ. അല്ലെ, വെജിറ്റേഷൻ വളരെ കുറവാണ്, എക്സ്ട്രീംലി ഹൈ ഓർ ലോ ടെമ്പറേച്ചർ ആണ്. ഏകദേശം ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും അവരുടെ ടെമ്പറേച്ചർ. ആൻഡ് നൈറ്റ് ടൈമിലേക്ക് ആകുമ്പോൾ വീണ്ടും അത് ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നു. അങ്ങനെയുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ള ഒന്നാണ് നമ്മുടെ ഡെസേർട്ട് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഈ ഡെസേർട്ടിന്റെ ടെമ്പറേച്ചേഴ്സ് അനുസരിച്ചിട്ട് ഹോട്ട് ഡെസേർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, അതുപോലെ തന്നെ കോൾഡ് ഡെസേർട്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ മറ്റൊരു ഫീച്ചറാണ് എക്സ്ട്രീംലി ലോ റെയിൻഫോൾ ആണ്. അല്ലെ, അവിടെ ഇപ്പം പ്രസിപ്പിറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിട്ടുള്ള പ്രസിപ്പിറ്റേഷനെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് ഇവാപറേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ലാക്ക് ഓഫ് ഇവാപറേഷൻ. അതുപോലെ നമുക്കറിയാം ക്ലൗഡ്ലെസ് ഏരിയാസ് ആയിരിക്കും ആ ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്ലൗഡ്ലെസ് ആയിരിക്കും. നോക്കിക്കേ, അവിടെ ക്ലൗഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കണ്ടൻസേഷൻ നടക്കുന്നില്ല. കണ്ടൻസേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ പ്രസിപ്പിറ്റേഷൻ കുറയുകയും ചെയ്യുന്നുണ്ട്. അല്ലെ, അങ്ങനെ ഒരു ബാരിയർ, ഒരു ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ബാരിയർ ഇല്ല, ബിക്കോസ് അവിടെ ഇൻസുലേഷൻ നടക്കുന്നില്ല. ക്ലൗഡ് എന്ന് പറയുന്ന ബാരിയർ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ആ ഇൻസുലേഷനിൽ കൂടെ കണ്ടൻസേഷൻ നടന്ന് പ്രസിപ്പിറ്റേഷൻ ഫോം ആവത്തുള്ളൂ. ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ ഏരിയയുടെ വീണ്ടും ഡ്രൈ റീജിയൻ ആക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡയണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എബോവ് ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുക. ഡെസേർട്ടിനെയും നമുക്ക് അതിന്റെ ഫോർമേഷൻസ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് റോക്കി ഡെസേർട്ട്, അല്ലെങ്കിൽ ഹമാദ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. റോക്കി ഡെസേർട്ട് ബേസിക്കലി പേര് പോലെ തന്നെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഡെസേർട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബെയർ റോക്സ് വെച്ചിട്ടാണ്. ധാരാളം റോക്സ് ആയിരിക്കും ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുക. ആ റോക്സിൽ വിൻഡ്, കാര്യമായിട്ടുള്ള വിൻഡിന്റെ ഇറോഷണൽ പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. വളരെ ഹാർഷ് ആയിട്ടുള്ള വിൻഡാണ് ആ ഭാഗത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ റോക്കി സ്ട്രക്ചേഴ്സ് കാര്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇറോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ദീസ് ആർ കമ്പോസ്ഡ് ഓഫ് ബെയർ റോക്സ്. വിൻഡ്സ് ആർ എക്സ്ട്രീംലി ഹാർഷ് എന്ന് പറഞ്ഞു, ഓൾസോ നോൺ ആസ് ഹമാദ എന്ന് പറയാനായിട്ട് പറ്റും. എക്സാമ്പിൾ ദ നെഗവ് ഡെസേർട്ട് ഇൻ ഇസ്രായേൽ, അതുപോലെ ടിൻഹററ്റ് പ്ലേറ്റു ഇൻ അൾജീരിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോണി ഡെസേർട്ട്സ് ഓർ റെക്സ്. ഓക്കെ, സ്റ്റോണി ഡെസേർട്ട്സ് ഓർ റെക്സ്. ഈ ഹമാദ, റെക്സ്, ഈ നെയിമുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോണി ഡെസേർട്ട്സിനെയാണ് നമ്മൾ റെക്സ് എന്ന് പറയുക. ബേസിക്കലി എന്താണ്, നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ ഇവിടെ കുറച്ചുകൂടെ ചെറിയ ബ്രോക്കൺ റോക്സ് കൊണ്ട് ബിൽഡപ്പ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഈ പറയുന്ന റെഗ് അല്ലെങ്കിൽ സ്റ്റോണി ഡെസേർട്ട് എന്ന് പറയുന്നത്. നമുക്ക് വിസിബിൾ ആയിട്ട് പെബിൾസ്, കോബിൾസ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് പറ്റും. ലിബിയയിൽ ഇതിനെ നമ്മൾ റെക്സ് എന്ന് പറയും. സ്റ്റോണി ഡെസേർട്ട്സിനെ ലിബിയയിൽ റെക്സ് എന്ന് പറയും. ഈജിപ്തിലാണെന്നുണ്ടെങ്കിൽ സെറൈർ എന്ന് പറയും. ഓക്കെ, സെറൈർ എന്ന് പറയും. എക്സാമ്പിൾസ് നമുക്ക് ഗിബ്ബർ പ്ലെയിൻസ് ഇൻ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ സ്റ്റഡ്സോണി ഡെസേർട്ട് ഇൻ ഓസ്ട്രേലിയ. ഇതാണ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാനായിട്ട് പറ്റുക. നെക്സ്റ്റ് എറി. ഇവിടെ ബേസിക്കലി നമ്മൾ എന്തും കാണുന്ന, നമ്മൾ മൂവീസിലൊക്കെ ബേസിക്കലി കാണുന്ന ഡെസേർട്ട് അല്ലെ, സാൻഡി ഡെസേർട്ട്. ഓക്കെ, മണലാരണ്യം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒന്നാണ് എർഗ് എന്ന് പറയുക. ഓക്കെ, എ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ഷിഫ്റ്റിംഗ് സാൻഡ് ഡ്യൂൺ സച്ച് ആസ് റബ്ബൽ ഖാലി ഇൻ ദ അറേബ്യൻ പെനിൻസുല. ബേസിക്കലി കൂടുതലും മണൽ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാൻഡ് കൊണ്ട് ഫോം ആയിട്ടുള്ള ഒന്നാണ് എർഗ് എന്ന് പറയുക. ഓക്കെ, റെഗ്, എർഗ്, അതുപോലെ തന്നെ ഹമാദ. നെക്സ്റ്റ് ആണ് മൗണ്ടൻ ഡെസേർട്ട്. മൗണ്ടൻ ഡെസേർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ഡെസേർട്ട്സിൽ ഹാർഷ് മൗണ്ടൻ കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മൊഹാവെ ഡെസേർട്ട് ഇൻ റോക്കി മൗണ്ടൻ. ഓക്കെ, മൊഹാവെ ഡെസേർട്ട് ഇൻ റോക്കി മൗണ്ടൻ. ഈ ഭാഗത്ത് നോക്കിക്കേ, ഇവിടെ നമുക്ക് നമ്മുടെ നോർത്ത് അമേരിക്കയുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് റോക്കി മൗണ്ടൻസ് കാണാനായിട്ട് പറ്റും. റോക്കി മൗണ്ടന്റെ
ലീവേർഡ് സൈഡിലാണ് മൊഹാവെ ഡെസേർട്ട് ഉള്ളത്. ഓക്കെ, റോക്കി മൗണ്ടന്റെ ലീവേർഡ് സൈഡിലാണ് ഏതുള്ളത്, നമ്മുടെ മൊഹാവെ ഡെസേർട്ട് ഉള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സീ സിസ്റ്റം, ഇവിടെ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, ഈ സീ സിസ്റ്റത്തിൽ നിന്ന് മോയ്സ്ചർ ഒക്കെ ലേ ചെയ്തിട്ട് വിൻഡ് എന്ത് ചെയ്യും, മോയ്സ്ചർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വിൻഡ് ഈ ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെ ഈ പർട്ടിക്കുലർ മൗണ്ടന്റെ നമ്മുടെ വിൻവേർഡ് സൈഡിലേക്ക് എത്തുമ്പോൾ ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഓറോഗ്രാഫിക് റെയിൻഫോളിന് കാരണമാകുന്നു, അല്ലെ, ഓറോഗ്രാഫിക് റെയിൻഫോളിന് കാരണമാകുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുന്ന വിൻഡ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള വിൻഡ് ആയിരിക്കും. അവിടെ നമുക്ക് പ്രസിപ്പിറ്റേഷനോ കാരണങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. സോ ഈ ഒരു ഡ്രൈനെസ് കൊണ്ട് ഈ പർട്ടിക്കുലർ ഡെസേർട്ട് വീണ്ടും എന്താവുന്നു, വീണ്ടും ഡ്രൈനെസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മേജർ ഡെസേർട്സ് ഓഫ് ദ വേൾഡ് നമുക്ക് നോക്കാം. ഈ പറഞ്ഞതുപോലെ മൊഹാവെ ഡെസേർട്ട് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ സൊനോറൻ ഡെസേർട്ട് ഉണ്ട്, ചിഹ്വാഹൻ ഡെസേർട്ട് ഉണ്ട്, ആൻഡ് ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റക്കാമ ഡെസേർട്ട് ഉണ്ട്, ഇവിടെ പാറ്റഗോണിയൻ ഡെസേർട്ട് ഉണ്ട്. ഈ പറഞ്ഞ ഡെസേർട്സ് ഒക്കെ എന്താണ്, മൊഹാവെ, സൊനോറൻ, ചിഹ്വാഹൻ, അതുപോലെ അറ്റക്കാമ ഡെസേർട്സ് ഒക്കെ ഡ്രൈ ഡെസേർട്സ് അല്ലെങ്കിൽ ഹോട്ട് ഡെസേർട്സിന് എക്സാമ്പിൾ ആണ്. പാറ്റഗോണിയ ഡെസേർട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ്, കോൾഡ് ഡെസേർട്ട്. ഓക്കെ, കോൾഡ് ഡെസേർട്ട് ആണ്. നമീബ് ഡെസേർട്ട് ഇവിടെ ഉണ്ട്, കലഹാരി ഉണ്ട്, സഹാറ ഡെസേർട്ട് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ആണ് സഹാറ ഡെസേർട്ട്. നമീബ് ഡെസേർട്ട് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ആണ് നമീബ് ഡെസേർട്ട്. ആൻഡ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അറേബ്യൻ ഡെസേർട്ട് കാണാൻ പറ്റും. ആൻഡ് ദെൻ ഇവിടെ താർ ഡെസേർട്ട്, അല്ലെ, താർ ഡെസേർട്ട് കാണാൻ പറ്റും. ഈ ഭാഗത്ത് വരുമ്പോൾ തക്ലമാക്കൻ ഡെസേർട്ട് ഉണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഗോബി ഡെസേർട്ട്. തക്ലമാക്കൻ ആൻഡ് ഗോബി ആർ എന്താണ്, കോൾഡ് ഡെസേർട്സ് ആണ്. കോൾഡ് ഡെസേർട്സിന് എക്സാമ്പിൾ ആണ്. ആർട്ടിക് ഡെസേർട്സ് ഇവിടെ കാണാം. ആൻഡ് നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പം നമ്മുടെ സിംസൺ, ഗിബ്സൺ, അതുപോലെ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്സ് ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് അന്റാർട്ടിക്ക ഡെസേർട്ട്. അപ്പൊ നമ്മൾ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെസേർട്സിന്റെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ഡെസേർട്സും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഹോട്ട് ഡെസേർട്സും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 25 ഡിഗ്രി സൗത്ത് ടു നോർത്ത് ആൻഡ് 25 ഡിഗ്രി സൗത്ത് ടു നോർത്ത് ആൻഡ് ടു 35 ഡിഗ്രി സൗത്ത് നോർത്തിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ഡെസേർട്സും ഇവിടെ ഒക്യുപ്പൈ, മോസ്റ്റ് ഓഫ് ദ ഹോട്ട് ഡെസേർട്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല ഡെസേർട്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈയിലായിരിക്കും. ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ ഹോട്ട് ഡെസേർട്സും എന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ റീജിയനിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല ഇവിടെ നോക്കിക്കേ, എല്ലാ കോണ്ടിനെന്റ്സിന്റെയും വെസ്റ്റേൺ മാർജിൻസിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഡെസേർട്സ് കാണാൻ പറ്റുക, വെസ്റ്റേൺ മാർജിൻസ്. സോ ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന പർട്ടിക്കുലർ ഡെസേർട്സിന്റെ ആ ഒരു എറിഡിറ്റിനെ അഡ്വാൻസ് ചെയ്യുന്ന കുറേയധികം ഫീച്ചേഴ്സ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊഹാവെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ആൻഡീസ് എന്ന് റോക്കീസ് എന്ന് പറയുന്ന മൗണ്ടന്റെ ലീവേർഡ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രസിപ്പിറ്റേഷന്റെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെ, അവിടെ എന്താ പ്രസിപ്പിറ്റേഷൻ തീരെ ഇല്ലാതാവുന്നു. അതുപോലെ നോക്കിക്കേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അറ്റക്കാമ ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗത്ത് നമുക്ക് ആൻഡീസ് കാണാം, ആൻഡീസ് മൗണ്ടൻസ് കാണാനായിട്ട് പറ്റും. ഇവിടെയും മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ പാരലൽ മൗണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ എന്താണ് ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാവുന്നില്ല. വിൻഡ് വന്നിട്ട് ആ വഴി തന്നെ ഫ്ലോ ചെയ്ത് പോകുന്നത് കാണാം. അതിനൊരു എക്സാമ്പിൾ ആണ്, പാരലൽ മൗണ്ടൻസ് കൊണ്ട് വിൻഡ് ഫോം ചെയ്യാത്തതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ താർ ഡെസേർട്ടിലും എന്താണ്, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഒരു ബ്രാഞ്ച് എത്തുന്നുണ്ട്. പക്ഷെ അവിടെ ആരവല്ലീസ് എന്താണ്, പാരലൽ ടു ദാറ്റ് പർട്ടിക്കുലർ ഫ്ലോ ഓഫ് വിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, നമുക്ക് പ്രസിപ്പിറ്റേഷൻ അവൈലബിൾ ആവുന്നില്ല. ആൻഡ് സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ഡെസേർട്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വെസ്റ്റേൺ മാർജിൻസ് ആണ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാവുന്ന ഒന്നാണ് ട്രേഡ് വിൻഡ്സ് എന്നുള്ളത്. ഓക്കെ, ട്രേഡ് വിൻഡ്സ് എങ്ങോട്ടേക്കാണ് വീശുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഓക്കെ, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നത്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു പർട്ടിക്കുലർ സീലാൻഡ് ഏരിയയിൽ നിന്ന്, സീ സൈഡിൽ നിന്ന് മോയ്സ്ചറിനെ എന്ത് ചെയ്യുന്നു, കണ്ടെയ്ൻ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ വിൻഡുകൾ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് വരികയാണ്, അല്ലെ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്ത് വരികയാണ്. അപ്പം നോക്കിക്കേ, ഈസ്റ്റ് സൈഡിലാണ് കൂടുതൽ മഴ പെയ്ക്കാനുള്ള സാധ്യത. മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള വിൻഡ്സ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ആ പറയുന്ന ഈസ്റ്റേൺ സൈഡിലാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചിറാപുഞ്ചി, മൗസിൻഡ്രാം റീജിയനിലാണ് കൂടുതലായിട്ട് മഴ കിട്ടുന്നത്. സോ ആ ഭാഗത്തായിട്ട് കൂടുതൽ വിൻഡ് വന്ന് അടിക്കുകയും മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള വിൻഡ് വന്ന് അടിക്കുകയും പിന്നെ ആ വിൻഡ് പോകും തോറും വളരെ ഡ്രൈ ആയിട്ടുള്ള വിൻഡ് ഈ പറയുന്ന വെസ്റ്റേൺ ഏരിയാസിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ താർ ഡെസേർട്ട്, അല്ലെ. അപ്പോൾ അതുപോലെ നോക്കി മൊഹാവെ ഡെസേർട്ട്, അറ്റക്കാമ ഡെസേർട്ട്, ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന വെസ്റ്റേൺ സൈഡ്സിലായതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, മഴ കിട്ടുന്നില്ല അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അത് മാത്രമല്ല നെക്സ്റ്റ് കോണ്ടിനെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കോണ്ടിനെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതും എന്താ, നമുക്ക് കോണ്ടിനെന്റാലിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഡെസേർട്ട് ആണ് നമ്മുടെ തക്കലമാക്കൻ
തക്ലമാക്കൻ ഡെസേർട്ട് ആൻഡ് ഗോബി ഡെസേർട്ട്. ഓക്കെ, നമ്മുടെ കോണ്ടിനെന്റിൽ നിന്ന് വളരെ, അതായത് സീ സൈഡിൽ നിന്ന് വളരെ ഉള്ളിലേക്ക്, ഇന്റീരിയർ ഓഫ് ദ ലാൻഡിലേക്ക് ഉള്ള രണ്ട് ഡെസേർട്ട്സ് ആണ് തക്ലമാക്കൻ ഡെസേർട്ട് ആൻഡ് ഗോബി ഡെസേർട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന സീയുടെ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് നമ്മുടെ ഈ പർട്ടിക്കുലർ ഡെസേർട്ട് സിസ്റ്റത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടും കൂടി എന്താണ് വേൾഡിലെ ഡെസേർട്ട്സ് വളരെ അരിഡ് ആയിട്ട് മാറാനുള്ള കാരണമാണ്. ഓക്കെ, ഈ കാരണങ്ങളാണ് ഡെസേർട്സിനെ ഡെസേർട്ട് ആയിട്ട് മാറ്റുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി സബ് ട്രോപ്പിക്കൽ ഹൈയിലാണ് മോസ്റ്റ് ഓഫ് ദ ഡെസേർട്സും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? ബേസിക്കലി വെർട്ടിക്കൽ വിൻസ് ഡിസെൻഡ് ചെയ്യുന്ന ഏരിയ ആണ് ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വിൻസ് പൊതുവെ ഫ്ലോ ചെയ്യുന്നത്, അല്ലെ? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വിൻഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഹൈ പ്രഷറിലേക്ക്, ആ ഭാഗത്തേക്ക് സിങ്ക് ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള എയർ ആയിരിക്കും. സോ ആ ഡ്രൈ എയർ ഒരിക്കലും പ്രസിപ്പിറ്റേഷൻ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന റീജിയനിലുള്ള ഡെസേർട്സ് കൂടുതലും ഡെസേർട്ടിക് കണ്ടീഷൻസിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞു നമ്മുടെ മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലേറ്റൂസ്, ഐലൻഡ്സ്, ഡെസേർട്സ്, ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഒരു ഡെസേർട്ടിനെ ഡെസേർട്ട് ആക്കി മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു തീമുമായിട്ട് എത്താം. താങ്ക് യു.